Hi my dear students, welcome to EduPort. Myself Hamzat Libaneke. അപ്പോൾ ലിബാൻ സാറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിലെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ ഇത് ഫുൾ ചാപ്റ്ററാണ്. റിട്ടയർമെൻറ്റ്, ഡെത്ത് രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ, അഥവാ ഒരു പാർട്ട്ണർഷിപ്പിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ. അതിലെ റിട്ടയർമെൻറ്റിൻ്റെ കേസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതിൻ്റെ ഒരു 60% ഈ ചാപ്റ്ററിൽ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാലൻസ് ഒരു 40% മാത്രമായിരിക്കും യുണീക്ക് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പം റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ ബിസിനസ്സിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും, അതിൻ്റെ തിയറിറ്റിക്കലായിട്ട് എന്തെല്ലാം ഉണ്ടാകും, അതുപോലെ പ്രോബ്ലം ബേസ്ഡ് ചെയ്ത് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. സോ ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഓൾറെഡി 2 അല്ലെങ്കിൽ 3 or 4 പാർട്ട്നേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്. അതിൽ ഒരാൾ ബിസിനസ്സിന് ഇറങ്ങി പോകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആ ബിസിനസ് ഉണ്ടാകും. അഥവാ 4 പേരാണ് അല്ലേ ഒരു ബിസിനസ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ 4-ൽ ഒരാൾ പോകുമ്പോൾ പഴയ അഗ്രിമെൻറ്റ് പോയി, പിന്നെ ആ അഗ്രിമെൻറ്റ് 3 പേര് തമ്മിലായി മാറി. അപ്പം 4 പേരുടെ ഷെയർ 3 ചുരുങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാകും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണും. എന്താണ്? NPR, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ഫസ്റ്റ് നമ്മൾ കാണേണ്ടത്. അത് അഡ്മിഷൻ്റെ സമയത്തും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണേണ്ടത്. ഇനി രണ്ടാമതൊരു കേസ്, ഇപ്പം A, അതുപോലെ തന്നെ B, അതുപോലെ തന്നെ C. ഇതിലെ B റിട്ടയർ ആകുമെന്ന് വിചാരിക്കാം. B റിട്ടയർ ആകുമ്പോൾ ബിയുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇത് ബിയുടെ ഷെയറാണ്, ഇത് ബിയുടെ ഷെയറാണ്, ഇത് എയുടെ ഷെയർ, ഇത് A, B, C. അപ്പം ബിയുടെ ഈ ഷെയർ എന്ത് ചെയ്യും, എക്കും കൊടുക്കും, അതുപോലെ തന്നെ സിക്കും കൊടുക്കും. സോ ഈ സിക്കും എക്കും ഗെയിൻ ചെയ്യും. അവർക്ക് എന്തുണ്ടാകും, ഇവരുടെ അഥവാ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും, ഷെയർ കിട്ടും. സോ ആ ഷെയർ കിട്ടുമ്പോൾ അതെന്താണ്, അത് എന്ത് റേഷ്യോ ആണ്, ഗെയിനിങ് റേഷ്യോ ആണ്. ഇനി റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് എന്ത് കൊടുക്കണം, ഗുഡ് വിൽ കൊടുക്കണം. ഒരു ബിസിനസ്സിലേക്ക് ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പം ഈ വരുന്ന ആൾ, അഥവാ ഇയാൾക്ക് ബിസിനസ്സിലേക്ക് ഷെയർ ചെയ്യും. പുതുതായിട്ട് ഷെയർ കിട്ടുന്നത് ഗെയിനിങ് പാർട്ണർക്കല്ല, ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ണർക്ക്, അഥവാ ബിസിനസ്സിലേക്ക് പുതുതായി വരുന്ന പാർട്ണർക്ക് ഗുഡ് വിൽ കിട്ടും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരാൾ പോവുക. അപ്പം ഈ ഗെയിൻ ചെയ്യുന്ന ആർക്കാ, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അവിടെ നിലനിൽക്കുന്ന പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു ഷെയർ ഗെയിൻ കിട്ടും. അങ്ങനെ ഗെയിൻ കിട്ടുമ്പോൾ അഥവാ ഷെയർ കൂടുമ്പോൾ എന്ത് ചെയ്യണം, അവർ ഈ ഷെയറിന് പകരമായിട്ട് റിട്ടയർ ചെയ്യുന്ന ആൾക്ക് ഗുഡ് വിൽ കൊടുക്കണം. എന്താണ്, ഗുഡ് വിൽ കൊടുക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ്, ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന നിലനിൽക്കുന്ന പാർട്ട്നേഴ്സ് ഗുഡ് വില്ല് മസ്റ്റായിട്ട് കൊടുക്കണം. സോ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ളതാണ്, പ്രത്യേകിച്ച് പറയൊന്നുമില്ല. പക്ഷേ ഇത് ഓൾറെഡി ഇതിലെന്ത് ചെയ്യും, എംബഡഡ് ആയിട്ട്, അഥവാ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒതുങ്ങി കിടക്കുന്നതാണ്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും നമ്മളിവിടെ ചെയ്യില്ല, കാരണം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാകുക, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഡിസ്പോസ് അല്ലേ. ഇനി ഗുഡ് വിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ എന്തുണ്ട്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതുപോലെ തന്നെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് ഗുഡ് വില്ലും അതിൻ്റെ പ്ലസ് ഓർ മൈനസ് ആയിട്ടുള്ള കുറേ ഐറ്റംസുകൾ ഉണ്ടല്ലോ. അതായത് ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ വരും. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഐറ്റംസുകളും എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് എഴുതിയിടാം. എന്തൊക്കെയാണ് അതിൽ വിടുന്നത്, ഗുഡ് വില്ല് കഴിഞ്ഞാൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാകും അല്ലേ. അതുപോലെ പിന്നെ എന്തുണ്ടാകും, ട്രീറ്റ്മെൻറ്റ് ഓഫ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതെന്താ ഇവിടെ പറയാത്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയപ്പെട്ട ഐറ്റംസ്, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, അഥവാ ഫുൾ ഫ്ലെഡ്ജിൽ 8 മാർക്കിൻ്റെ ചോദ്യം സാധാരണ റിട്ടയർമെൻറ്റ് ഡെത്തിൻ്റെ കേസിൽ വരാറില്ല. റിട്ടയർമെൻറ്റ് ഡെത്തിൻ്റെ കേസിൽ ജനറലി വരെ ഇതിൻ്റെ ജേണൽ എൻട്രി ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിൻ്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷനുമാണ്. കൂടുതലും അഡ്മിഷൻ്റെ ചാപ്റ്ററും ഡിസൊല്യൂഷൻ്റെ ചാപ്റ്ററുമാണ് കൂടുതലും 8 മാർക്കിന് വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം ഫുൾ ഫ്ലെഡ്ജിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പം പിന്നെ അടുത്ത കാര്യം എന്താ ഉള്ളത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കഴിഞ്ഞു, ഗെയിനിങ് റേഷ്യോ കഴിഞ്ഞു, ഗുഡ് വില്ല് കഴിഞ്ഞു, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് നമ്മൾ എന്തെങ്കിലും വീതിച്ച് കൊടുക്കണം. പിന്നെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. സോ ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഓൾറെഡി
രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, അഥവാ അഡ്മിഷൻ്റെ സമയത്ത്. അതുപോലെ ഗുഡ് വിൽ അഡ്മിഷൻ സമയത്ത് പഠിച്ചു. ഇതും ഒക്കെ എന്ത് ചെയ്തു, അഡ്മിഷൻ സമയത്ത് പഠിച്ചു. ഈ ഗെയിനിങ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അഡ്മിഷൻ്റെ സമയത്ത് പഠിച്ചില്ല. സോ ഇത് നമ്മളിവിടെ പ്രത്യേകം പഠിക്കാനുണ്ടാകും. ഇനി ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡിസ്പോസൽ ഓഫ് ബാലൻസ് ഡ്യൂ ടു ആർക്ക്? ഡ്യൂ ടു റിട്ടയറിങ് പാർട്ട്ണർ. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് എങ്ങനെ ഡിസ്പോസ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുക, ഈ ഒരു ബാലൻസ് കൊടുക്കുക. അതാണെന്ത് പ്രധാനപ്പെട്ട മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പം നാം പറഞ്ഞ 40% 35% ഈ പറയപ്പെട്ടതാണ്. അതാ ഒരാൾ റിട്ടയർ ചെയ്യുമ്പം അയാൾക്ക് ഈ ഗുഡ് വില്ലായിട്ടും ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സും ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു തുക ഉണ്ടാകും. ആ തുക ഇയാൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ ബിസിനസ്സിനെ ബാധിക്കും. കാരണം വലിയ ലക്ഷങ്ങളായിരിക്കും. വലിയ എമൗണ്ട് ആകുമ്പോൾ ആ എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് അത്ര ക്യാഷ് കയ്യിൽ ഉണ്ടാവില്ല. ആ ക്യാഷ് കൊടുത്താൽ പിന്നെ നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ ബിസിനസ് വഴിമുട്ടും. അങ്ങനെ വഴിമുട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഓൾറെഡി പൈസ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ പൈസ കൊടുത്ത് തീർക്കും. ഇനി പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പൈസ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അഥവാ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ആ ലോൺ അക്കൗണ്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാലൻസ് കൊടുക്കുക, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. സോ അതാണ് ഈ ചാപ്റ്ററിൽ പ്രത്യേകമായിട്ടും നമ്മൾ പഠിക്കാനുള്ളത്. സെറ്റല്ലേ? ഓക്കെ, നമുക്ക് ഈ ലോൺ അക്കൗണ്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾ ദ റൈറ്റ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ബാക്കി പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് സീസ് ചെയ്യുക, അത് ലീവ് ചെയ്യുകയാണ്. അതെന്ത് ചെയ്യും, അയാൾ നിർത്തി പോകാനാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ അയാൾക്ക് ഓൾഡ് ഏജ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൽ ഹെൽത്ത് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സായിട്ട് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളായിട്ടാകാം. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെയും എന്ത് ചെയ്യാം, ഒരു കാരണമില്ലാണ്ട് എന്ത് ചെയ്യാം, ബിസിനസ്സിന് അയാൾക്ക് റിട്ടയർ ആകാം. അപ്പം നല്ല പോലെ പോകുന്ന ബിസിനസ്സാണ്. അപ്പം ഒരാൾ പറഞ്ഞു, എടാ എനിക്കിനി ഫാമിലി ആയിട്ടൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം, ബിസിനസ്സിൻ്റെ ഈ ഒരു ടെൻഷനൊന്നും എനിക്ക് വേണ്ട. അയാൾ ഇൽ ഹെൽത്തി ആണോ? ഒന്നും അല്ല, അയാൾക്ക് ബിസിനസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അയാൾ പറഞ്ഞത്, ഇനി എന്തിനാണ് ഞാനിത് സമ്പാദിക്കുന്നത്, ഇനി എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഫാമിലി ആയിട്ട് എന്ത് ചെയ്യണം, ജീവിക്കണം. സോ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അയാൾ ബിസിനസ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ, അതൊന്നുമില്ല, പ്രശ്നമില്ല. അപ്പം ഒന്നെങ്കിൽ ഈ കാരണം അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി പാർട്ട്നേഴ്സുമായിട്ടുള്ള എക്കണോമിക് ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പ് വിട്ടുപോയിട്ട് ഒരാൾ ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് റിട്ടയർമെൻറ്റ് കേസാണ് അയാൾ ലീവ് ചെയ്യുന്ന. ഡെത്തിൻ്റെ കേസാണ് എന്താ, അയാൾ ഓട്ടോമാറ്റിക്കലി ലീവ് ചെയ്ത് പോകുന്നതല്ല, ഓൺ ഒക്കേഷൻ ഓഫ് സെർട്ടനിറ്റീസ്. എന്താ സെർട്ടനി? ഡെത്ത്. ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് എന്താണ്, സെർട്ടനിറ്റി ഹാപ്പൻസ് ആണ്. സോ അയാൾ മരിച്ചു പോകുമ്പോൾ എന്തുണ്ടാകും, ഈ സെയിം സംഭവം ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം. ഇനി ഒരു പാർട്ണർ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും, നമ്മുടെ പാർട്ട്ണർഷിപ്പ് സീസ് ചെയ്യും. സീസ് എന്ന് പറഞ്ഞാൽ എന്താ, അതില്ലാണ്ടാകും. കാരണം 4 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ആവുള്ളൂ. അതെന്ത് ചെയ്യും, അതിൽ ഒരാൾ പോയാൽ അത് ചേഞ്ചായി. അപ്പം ചേഞ്ച് വന്നാൽ ആ പാർട്ട്ണർഷിപ്പ് അവിടെ ഇല്ലാണ്ടായി, പിന്നെ പുതിയ പാർട്ട്ണർഷിപ്പാണ്. സോ ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, അവിടെ നിന്നു പോകും. പക്ഷേ ബിസിനസ് എന്ത് ചെയ്യും, അവിടെ മുന്നോട്ട് പോകും. എപ്പോൾ ബാക്കി പാർട്ട്നേഴ്സ് ഉദ്ദേശിച്ചാൽ. അഥവാ ഒരു പാർട്ട്ണർ ലീവ് ചെയ്യുമ്പം ബാക്കി പാർട്ട്നേഴ്സ് പറഞ്ഞു, എടാ നീ ലീവ് ചെയ്യല്ലേ, അങ്ങനെയെങ്കിൽ ഞങ്ങളും ഇല്ല, ബിസിനസ് നിർത്താം. സോ അപ്പോൾ അവിടെ പാർട്ട്ണർഷിപ്പ് മാത്രമല്ല, ആ ബിസിനസ് മൊത്തം നിന്ന് പോകും. പക്ഷേ സാധാരണ അങ്ങനെയല്ല. ഒരാൾ റിട്ടയർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും, നീ പൊക്കോ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ പാർട്ട്ണർഷിപ്പ് അവിടെ നിൽക്കും, പക്ഷേ ബിസിനസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അതെന്ത് ചെയ്യും, അതവിടെ നിലനിൽക്കുകയും ചെയ്യും. സോ അതിലുണ്ടാകുന്ന ഫസ്റ്റത്തെ കാര്യമാണ് എന്ത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുക എന്നുള്ളത്. അഥവാ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ബാക്കി പാർട്ട്നേഴ്സിൻ്റെ ബാക്കിയുള്ള ഷെയറുകൾ എങ്ങനെയാണ്, ഈ ഷെയർ എങ്ങനെ ഇവർ വീതിച്ചെടുക്കണം തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കാൽക്കുലേഷനാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അഥവാ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പം 3 പേർക്ക് ഒരാൾ 2 ആൾ 3 ആൾ അല്ലേ. ഇപ്പം ഇയാൾക്ക് 3 കഷ്ണം ഉണ്ട്, 1 2 3. ഇയാൾക്ക് 2 കഷ്ണമുണ്ട്, ഇയാൾക്കും 2 കഷ്ണമുണ്ട്. ഇതിൽ ഇയാൾ റിട്ടയർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. പ്ലസ് എന്ത് ചെയ്യും, ഈ റിട്ടയർ ചെയ്യുന്ന ആളെ കയ്യിൽ നിന്ന് കുറച്ച് എക്ക് കിട്ടും, കുറച്ച് സിക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. സോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ പ്ലസ് ഗെയിനിങ് ഷെയർ അല്ലെങ്കിൽ അക്വയർഡ് ഷെയർ ഫ്രം റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ അവിടെ നിലനിൽക്കുന്ന പാർട്ട്നേഴ്സിന് കൊടുത്ത ഷെയറും അവരുടെ കയ്യിൽ ഓൾറെഡി നിലനിൽക്കുന്ന ഷെയറും കൂടി കൂട്ടിയാലാണ് എന്ത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദാറ്റ് മീൻസ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഈ ബി റിട്ടയർ ചെയ്തതിന് ശേഷം എയും സിയും ഈ മൊത്തം അഥവാ ഈ മൊത്തം
മൊത്തം ഷെയർ ഉണ്ട്. ഈ മൊത്തം ഷെയർ എയും സിയും എങ്ങനെ വീതിച്ചെടുക്കും? അപ്പോൾ എക്ക് ഇത് ഓൾറെഡി ഉണ്ടാകും, സിക്ക് ഇത് ഓൾറെഡി ഉണ്ടാകും. പിന്നെ ഇതെന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കും. അതും കൂടി കൂട്ടിയിട്ട് മൊത്തത്തിൽ എങ്ങനെയാണ് ഇവർ വീതിച്ചെടുക്കുന്നത്? അതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ കാൽക്കുലേഷൻ എങ്ങനെ? ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ. കണ്ടോ, ഇതാണ് ഓൾഡ് ഷെയർ. എവിടെയാ? നമ്മുടെ ഓൾഡ് ഷെയർ. ഇതാണ് ഓൾഡ് ഷെയർ. ഇത് രണ്ടും ഓൾഡ് ഷെയറാണ്. ഓൾഡ് ഷെയർ പ്ലസ് എന്താ? അക്വേർഡ് ഷെയർ ഫ്രം ഔട്ട് ഗോയിങ് ഓർ റിട്ടയറിംഗ് പാർട്ണർ. ഈ ഔട്ട് ഗോയിങ് പാർട്ണർ കയ്യിൽ നിന്ന് എയും ബിയും എത്രയാണോ എടുക്കുന്നത് അതാണ് എന്ത് പറയുന്നത്? ഔട്ട് ഷെയർ ഫ്രം അക്വേർഡ് ഷെയർ ഫ്രം ഔട്ട് ഗോയിങ് പാർട്ണർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തിയറി എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? നമുക്കതൊരു ക്വസ്റ്റ്യനിലൂടെ ചെയ്തു നോക്കാം. ഗെയിനിങ് റേഷ്യോ ഉണ്ട്. ഗെയിനിങ് റേഷ്യോയിൽ എന്ത് ചെയ്യാം? നമുക്ക് വരാം. MNTR പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. 5:3:2 ആണ് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കാണാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാം. അഥവാ ഫസ്റ്റ് കേസ് മധു റിട്ടയർ ആകുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അഥവാ മധു റിട്ടയർ ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വലുത് വേണ്ട അല്ലേ? ചെറുതായിട്ടാണ് ജസ്റ്റ് പറഞ്ഞുതരാം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഈ സിമ്പിൾ ക്വസ്റ്റ്യനാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇവിടെ MNT 3 ആൾക്കാരുണ്ട് അല്ലേ? 5:3:2 ആണെന്ത് ഇവരുടെ ഷെയർ എന്ന് പറയുന്നത് അല്ലേ? 5:3:2 അല്ലേ? അപ്പോൾ 5 എന്ന് പറയുമ്പോൾ എന്താ നോക്കി? 5, 8, 10. 5/10 3/10 2/10 ആണ് ഇവരുടെ ഷെയർ. സോ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എമ്മിൻ്റെ ഷെയർ 5, എന്നിൻ്റെ ഷെയർ 3/10, ടിയുടെ ഷെയർ 2/10. സോ ഇവിടെ ആരാ റിട്ടയർ ചെയ്യുന്നത്? എം അഥവാ മധു എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ മധു റിട്ടയർ ചെയ്യുമ്പോൾ 5:3 ആണെന്ന് 5/10 ആണ് ഈ പുതിയ പാർട്ട്നേഴ്സ് കിട്ടുന്നത്. ഇവരെങ്ങനെ ഷെയർ ചെയ്യുന്നത്? 3:2 ബിസിനസ് ഷെയർ ചെയ്യുന്നത് അല്ലേ? ഇവർ തമ്മിലുള്ള ഷെയർ അഥവാ എന്നും ടിയും തമ്മിലുള്ള ഷെയർ 3:2. അപ്പം ഇവിടെ 5 എന്ത് ചെയ്യുന്നുണ്ട്? 5 ഷെയറിൽ അഥവാ പകുതി ഷെയറിൽ എം റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അഥവാ ഈ 5 ഈക്വൽ ആയിട്ടാണോ ഇവർ എടുക്കേണ്ടത്? ക്വസ്റ്റ്യൻ പറയുന്നുള്ളൂ ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടതെന്നുള്ളത് പറയുന്നില്ല. നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ എന്താണ് ഈ 5-ന് ഇവർ ഏത് റേഷ്യോയിലെ ഷെയർ ചെയ്യുക? നേരത്തെ അവരുടെ ഓൾഡ് റേഷ്യോ ആയ 3:2. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ, ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഈ സെയിം റേഷ്യോയിലായിരിക്കുന്നുണ്ടാവുക ഇവരിത് ഷെയർ ചെയ്യുക. സോ നമുക്ക് നോക്കാം. മധു നമ്മൾ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ പ്ലസ് അക്വേർഡ് റേഷ്യോ. അക്വേർഡ് ഷെയർ അല്ലെങ്കിൽ ഓൾഡ് ഷെയർ പ്ലസ് അക്വേർഡ്. നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലത് ഓൾഡ് ഷെയർ പ്ലസ് അക്വേർഡ് ഷെയർ ആണ് കേട്ടോ. ഓൾഡ് ഷെയർ പ്ലസ് അക്വേർഡ് ഷെയർ. സോ ആരൊക്കെയുള്ളത്? നമ്മുടെ എം റിട്ടയർ ചെയ്യുമ്പോൾ N ഉണ്ട്, അതുപോലെ തന്നെ ടി ഉണ്ട് അല്ലേ? സോ നോക്കാം. എന്നിന് എത്ര ഷെയർ ഉണ്ട്? ഓൾഡ് ഷെയർ 3/10 ഉണ്ട് പ്ലസ് 2/10 ഉണ്ട്. ഇതിലേക്ക് അക്വേർഡ് ഷെയർ എത്ര എന്നുള്ളത് നോക്കണം. സോ അക്വേർഡ് ഷെയർ എങ്ങനെയാണ് കാണുക? സിമ്പിളാണ്. 5/10 ആണ് എന്ത്? നമ്മുടെ മധുയുടെ ഷെയർ അല്ലേ? മധുയുടെ ഷെയർ 3:2 ഇവിടെ വീതിക്കുന്നത്. 3:2 എന്ന് പറയുമ്പം ഇൻറ്റു 3/5 അല്ലേ? 3/5. അപ്പോൾ എത്ര കിട്ടുവാ? ഇൻറ്റു 3/5 എന്ന് പറയുമ്പോൾ 15/50 ഇൻറ്റു 15/50. അപ്പം ഇവനോ 5/10-ന് 3/5 ഉണ്ടോ? അല്ല, ഇത് 3/5-ഉം 2/5 ആണ്. 3:2 എന്ന് പറയുമ്പോൾ 3/5-ഉം 2/5 അപ്പോൾ ഇൻറ്റു 2/5. അപ്പോൾ എത്ര കിട്ടുവാ? 10/50 കിട്ടും. അപ്പോൾ 10/50-യും 15/50 ആണ്. 15/50 നമുക്ക് എന്ത് ചെയ്യാം? 3/10 ആക്കി മാറ്റാം. 10/15 എന്താക്കി മാറ്റാം? 2/10 ആക്കി മാറ്റാം. നോക്കി, രണ്ടിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ 15/5 3, 50/5 10, 10/5 2, 50/5 10. കണ്ടോ? അപ്പം രണ്ടും ഈക്വലാണ്. 3/10-ഉം എന്താണ്? 2/10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 3/10 പ്ലസ് നോക്കി, കണ്ടോ? 3/10 പ്ലസ് 3/10 പ്ലസ് 3/10 2/10 അല്ലേ? ഇവിടെ 2/10 പ്ലസ് 2/10. അഥവാ ഇവർക്ക് 3/10 ആയിരുന്നു എന്തുണ്ടായിരുന്നത്? ഓൾഡ് ഷെയർ. അതിലേക്ക് എക്സ്ട്രാ 3/10 കൂടി വന്നു. ടിക്ക് 2/10 ആയിരുന്നു ഓൾഡ് ഷെയർ ഉണ്ടായിരുന്നത്. ആ 2/10-ലേക്ക് എത്ര വന്നു? ആ 2/10-ലേക്ക് 2/10 എക്സ്ട്രാ വരികയും ചെയ്തു. അപ്പോൾ എത്ര വരും? 6/10-ഉം = 4/10 ആകും. ഈ 6/10-നും 4/10 നമുക്ക് എങ്ങനെ ചെറുതാക്കാം? ബൈ 2 ആകുമ്പോൾ 6/2 = 3, 10/2 = 5, 4/2 = 2, 10/2 = 5. അപ്പം 3:2 തന്നെ. നമ്മൾ എത്ര വലിയ കാൽക്കുലേഷനും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. ഒരാൾ റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഓൾഡ് ഷെയർ തന്നെയാണ് ന്യൂ ഷെയർ, മാറ്റമൊന്നുമില്ല.
മനസ്സിലായോ? ഇയാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഇതേ റേഷ്യോ ആണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ അവരുടെ റേഷ്യോയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അത് 3:2 തന്നെ. നോക്കാം സിമ്പിളായിട്ട്. ഇനിയിപ്പം ഇവിടെ മധു റിട്ടയർ ചെയ്യുമ്പോൾ എന്താണ്? മധു MNT അല്ലേ, 5:3:2. ഈ മധു റിട്ടയർ ചെയ്യുമ്പോൾ 5:3:2 ആകും. ഇനി N റിട്ടയർ ചെയ്യുമ്പോൾ എന്താണ്? 5:2 ആകും. ഇനി T റിട്ടയർ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? 5:3 ആകും. അത്ര മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി വർക്കിംഗ് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി മറ്റൊരു സംഭവം ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 5/10 എങ്ങനെ 3:2 സിമ്പിളാണ്. നേരെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ട 3/10 2/10 നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. സെറ്റല്ലേ? ഇനി ഇതിൽ ഗെയിനിങ് റേഷ്യോ കാണേണ്ട ആ ഗെയിനിങ് റേഷ്യോ എന്താ നമുക്ക് നെക്സ്റ്റ് രീതിയിൽ എന്ത് ചെയ്യാം നോക്കാം. സോ ന്യൂ റേഷ്യോ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിനെ മറ്റൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അഥവാ ആൾക്കാർ ഹർപ്രീതും ശ്രേയ 3 ആൾക്കാർ പാർട്ട്നേഴ്സാണ്. അതിൽ ആൾക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഷെയർ 3:2 ആണ് ചെയ്യുന്നത്, ഇവർ വീതിച്ചെടുക്കുന്നത്. സോ നമുക്ക് നോക്കാം. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ഓൾഡ് ഷെയർ പ്ലസ് അക്വയർഡ് ഷെയർ ആണല്ലേ. സോ നമുക്ക് നോക്കാം. ആൾഗ ഹർപ്രീത് ശ്രേയ, അതിൽ ആൾഗ റിട്ടയർ ചെയ്യുമ്പോൾ എച്ചും അതുപോലെ എസ്സും ഉള്ളത്. എച്ചിൻ്റെ പഴയ റേഷ്യോ എത്രയാണ്? ഇവിടെ 3:2:1. അപ്പോൾ 3/6 2/6 1/6. അപ്പോൾ 2/6 ആണ് നമ്മുടെ ഹർപ്രീതിൻ്റെത്. ശ്രേയക്കോ 1/6. അപ്പോൾ 1/6. ഇനി അക്വേർഡ് ഷെയർ എങ്ങനെ കാണണ്ടേ? അക്വേർഡ് ഷെയർ എങ്ങനെ കാണുക? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അക്വേർഡ് ഷെയർ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ അളകൻ്റെ ഷെയർ 3/6. 3/6. ഈ 3/6 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3:2 അല്ലേ, ഇൻറ്റു 3/5 2/5 ഇൻറ്റു 3:2. അപ്പോൾ 3/6 ഇൻറ്റു 3/5 എത്ര? 9/30. 3/6 ഇൻറ്റു 2/5 എത്ര? 6/30. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇതിനൊക്കെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല അല്ലേ? ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 3 കൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് 3 ആകുമ്പോൾ 3/10. ഇവിടെ എന്താണ്? 2/10 കിട്ടും. സോ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ എന്ത്? 6/30യും പ്ലസ് 6/30 അല്ലേ, 3/10 മാറിപ്പോയി. സോറി, ഞാൻ ഇതിപ്പം ചെറുതായിട്ട് മാറിപ്പോയി. ഇവിടെ 3/10 അല്ലേ. സോ 2/6 പ്ലസ് 3/10 ദെൻ 1/6 പ്ലസ് 2/10. സോ നോക്കാം. 20 പ്ലസ് 18/60 ഈസ് ഈക്വൽ ടു 38/60യും 10 പ്ലസ് 12/60 ഈസ് ഈക്വൽ ടു 22/60 ആണ്. അപ്പം 38:22 ആണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 ആക്കുമ്പം 3 നടക്കൂല, ഇല്ല, 2 15 19:11 ആണ് എന്ത്? ന്യൂ ഷെയർ. അഥവാ ഇവരുടെ ന്യൂ ഷെയർ എന്താണ്? 19:11 ആണ്. കണ്ടോ, 19:11 ആണ് ഇവരുടെ ന്യൂ ഷെയർ. അപ്പം പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് ന്യൂ റേഷ്യോ. അഥവാ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എന്തെങ്കിലും, അഥവാ ക്വസ്റ്റ്യനിൽ ഇത് എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഡിഫിക്കൽട്ടായി ഉണ്ടാവുക. ഇത് സിമ്പിളാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? എക്സാം ഏതെങ്കിലും ഈ ഒരു മോഡലിലൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഗെയിനിങ് റേഷ്യോ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. എന്താ ഗെയിനിങ് റേഷ്യോ എന്ന് വെച്ചാൽ? ഗെയിനിങ് റേഷ്യോ ഈസ് ദ റേഷ്യോ in which the continuing partners has acquired the share from retiring partner. റിട്ടയറിങ്ങോ അല്ലെങ്കിൽ ഡിസീസ്ഡ് അഥവാ മരിച്ചുപോയ പാർട്ട്ണർ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ ഈ പാർട്ട്ണർ അവരുടെ ഷെയർ അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത്. സോ ആ റേഷ്യോ ആണ് എന്ത്? ഗെയിനിങ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇവിടുത്തെ ഗെയിനിങ് റേഷ്യോ എന്താ? സിമ്പിളാണ്. എന്താ ഗെയിനിങ് റേഷ്യോ? 3:2. കണ്ടോ, ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ 3:2 എന്ത് ചെയ്യേണ്ടത്? ബാക്കിയുള്ള ഹർപ്രീതും ശ്രേയയും എടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഗെയിനിങ് റേഷ്യോ കാണാൻ എന്നുള്ളത് എങ്ങനെയാണ്? നമുക്ക് ഗെയിനിങ് റേഷ്യോ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഏത് ക്വസ്റ്റ്യനിൽ ഇത് ഓൾറെഡി നമുക്കറിയാം. ഗെയിനിങ് റേഷ്യോ എന്താണ്? ഈ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ ഇവരുടെ ന്യൂ റേഷ്യോ എത്ര? 19:11 ആണ്. ഇവർ ഓൾഡ് റേഷ്യോ എത്ര? ഇവർ ഓൾഡ് റേഷ്യോ 3:2 അഥവാ 2/6 1/6 ആണ്. അപ്പം ഈ ന്യൂ റേഷ്യോ ഒന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്താൽ ഗെയിനിങ് റേഷ്യോ ആയിട്ടുള്ള 3:2 കിട്ടുമെന്ന് നോക്കാം. സോ നോക്കാം. 19:11 അല്ലേ. സോ 19:11 എന്ന് പറയുമ്പോൾ എന്താണ്? 19/19 ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 19/30 11/30 അല്ലേ. 19/30യും 11/30. ന്യൂ റേഷ്യോ എന്ത് മൈനസ് ചെയ്യണം? ഇവിടെ ആരാ? ഹർപ്രീത് ശ്രേയ. ഹർപ്രീതാണിത്. ഇത് ശ്രേയയുടേതാണ് അല്ലേ. സോ എന്താണ് ഇവരുടെ ശ്രേയയുടെ ഓൾഡ് റേഷ്യോ? എന്താ ഓൾഡ് റേഷ്യോ? 2/6ഉം
ശ്രേയൻ്റെത് 1/6 ആണ്. 2/6 2/6 മൈനസ് 1/6. സോ 6 × 19 ഇത് എത്ര കിട്ടും? 6 × 19 എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു 114 മൈനസ് 30 × 2 60/180 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 60 മൈനസ് ചെയ്യുമ്പോൾ 54/180 ആണ്. ഇതെങ്ങനെ കിട്ടും? 6 × 11 66 മൈനസ് 30/180 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? ഇസിക്കൽ ടു 36/180. ഇവിടെ എന്താ 80ക്ക് 0 ഇടാൻ വിട്ടു വന്നത്? അപ്പോൾ 54:36 ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇതിനെ എന്തുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 12 കൊണ്ടാണോ അല്ലെങ്കിൽ നോ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 54/18 ഇസിക്കൽ ടു എത്ര കിട്ടടാ? 3. 36/18 ഇസിക്കൽ ടു എന്താടാ? 2. 3:2 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്തായാലും നമുക്ക് എന്ത് കിട്ടും? 3:2 കിട്ടും. അതാണ് ഗെയിനിങ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഗെയിനിങ് റേഷ്യോ കാണാനോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനോ ഫൈനൽ എക്സാമിന് ഉറപ്പായിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സെറ്റല്ലേ? സെറ്റ്. അപ്പം ന്യൂ റേഷ്യോ കഴിഞ്ഞു, ഗെയിനിങ് റേഷ്യോ കഴിഞ്ഞു. അടുത്ത പോർഷനിലേക്ക് പോകാം. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇത് ഞാൻ ഓടിച്ചു പോകും, കാരണം കഴിഞ്ഞ അഡ്മിഷൻ്റെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി റീവാലുവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ? അസറ്റ് കൂടുമ്പോൾ അസറ്റിന് എന്ത് ചെയ്യണം? അസറ്റ് കൂടുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈബിലിറ്റീസ് കൂടുമ്പോൾ ലൈബിലിറ്റീസിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ കണ്ടോ, അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ലൈബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റി കൂടുമ്പോൾ ലൈബിലിറ്റീസിനെ ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യാം. അസറ്റ് കുറയുമ്പം സെയിം എന്താണ്? അസറ്റ് കുറയുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യുക. ഇനി ലൈബിലിറ്റി കുറയുമ്പോൾ ലൈബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി അൺറെക്കോർഡല്ലായിട്ട് അസറ്റ് വരുമ്പോൾ അല്ലേ, നമ്മുടെ ബിസിനസ് ഇല്ലാത്ത ഒരു അസറ്റ് നമ്മൾ കാണുമ്പോൾ എന്തുണ്ടാകും? ബുക്സിലില്ലാത്ത അസറ്റിനെ കാണുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. അഥവാ ഇല്ലാത്തൊരു അസറ്റ് വരുമ്പോൾ അസറ്റ് കൂടുകയല്ലേ, സോ അപ്പോഴും അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യുക. ഇല്ലാത്തൊരു ലൈബിലിറ്റി വരുമ്പോൾ ലൈബിലിറ്റി കൂടുമ്പോൾ ലൈബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണോ അല്ല ക്രെഡിറ്റ് ചെയ്യുക, ലൈബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യുന്നിട്ട് റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഈ റീവാലുവേഷന് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കുക. പ്രോഫിറ്റ് ആകുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക, ലോസ് ആകുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് എന്താ ചെയ്യുക? റീവാലുവേഷൻ. സെറ്റാണ്. ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അഥവാ കഴിഞ്ഞ ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടി മാത്രം ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ റീവാലുവേഷനുകൾ എന്താണെന്നുള്ളത് അല്ലേ, ക്രെഡിറ്റർ അലൗഡ് ആയി ഡിസ്കൗണ്ട്, ക്രെഡിറ്റർ 700 രൂപ കുറഞ്ഞു. മെഷീനറി എന്ത് ചെയ്തു? റീവാല്യൂഡ് ആയിട്ട് 1.40. ശരിക്കും മെഷീനറി വാല്യൂ 1.50, 10,000 മെഷീന് കുറഞ്ഞു. പിന്നെന്താ ഉള്ളത്? സ്റ്റോക്ക് വാല്യൂഡ് 5,000 മോർ, 5,000 സ്റ്റോക്ക് കൂട്ടണം. ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് ബൈ 2,500 രൂപ ബിൽഡിംഗ് കൂട്ടണം. ഡെപ്റ്റർ റീവാല്യൂസ് 35,000, ഡെപ്റ്ററിൻ്റെ വാല്യൂ എത്ര? 40,000, അത് 35,000 കുറഞ്ഞു. അപ്പോൾ എങ്ങനെ റീവാലുവേഷനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാം? റീവാലുവേഷനെ കൊണ്ട് സിമ്പിളായിട്ടാണ്. ഫസ്റ്റ് എന്താ? റീവാലുവേഷൻ അക്കൗണ്ടിൽ ജസ്റ്റ് ജേണൽ എൻട്രി ആയിട്ട് കാണിച്ചു തരാം. ജേണൽ എൻട്രി എന്താ? ക്രെഡിറ്റർ അലൗഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം ലൈബിലിറ്റി എന്താ ചെയ്യുന്നത്? ലൈബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ എന്താണ്? ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ, ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. എത്ര എമൗണ്ട് ഉള്ളത്? 700. ഇനി അടുത്തെന്താ? മെഷീനറി ടു ബി റീവാലുവേറ്റ് 140. മെഷീനറി കുറയുമ്പോൾ മെഷീനറി ക്രെഡിറ്റ് ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി. 10,000 മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞു. ആദ്യം എത്ര? 1,50,000 മെഷീനറിയുടെ വാല്യൂ ഉണ്ട് അല്ലേ. മെഷീനറിയുടെ വാല്യൂ എന്താ? 1,50,000 ഉണ്ട്. പക്ഷേ ഇപ്പം 1,40,000 ചുരുക്കി. ഇനി സ്റ്റോക്ക് ടു ബി വാല്യൂഡ് 5,000 മോർ. അപ്പോൾ സ്റ്റോക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് എത്ര? 5,000 ടു എന്താ? ടു റീവാലുവേഷൻ 5,000. ഞാൻ റീവാലുവേഷന് ഫുൾ എഴുതുന്നില്ല, RV എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ബിൽഡിംഗ് ടു ബി അപ്രിസിയേറ്റഡ്, ബിൽഡിംഗ് കൂട്ടല്ലേ, സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ? ടു റീവാലുവേഷൻ എത്ര? 2,500 സെറ്റ്. ഡെപ്റ്റർ റീവാല്യൂ സെറ്റ് 35,000. ഡെപ്റ്ററിൻ്റെ ശരിക്കത്തെ വാല്യൂ എത്ര? ഡെപ്റ്റർ 40,000 ഉണ്ട്. ആ 40,000 35,000 ആക്കി കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റി അസറ്റ് കുറയുക. അപ്പം റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റർ എത്ര? 5,000. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ചെയ്യണം. നോക്കാം. ക്രെഡിറ്റർ ഡെബിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് ഏത് സൈഡിൽ? ബൈ ക്രെഡിറ്റർ. എവിടെ? ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്രെഡിറ്റർ. എത്രയാണ്? 700 രൂപ. സോ ഇവിടെ ബൈ 700 രൂപ.
റീവാല്യൂഷൻ അക്കൗണ്ട് അല്ലേ? എന്താണ് റീവാല്യൂഷൻ അക്കൗണ്ട്? റീവാല്യൂവേഷൻ അക്കൗണ്ട്. ക്രെഡിറ്റ് എമൗണ്ട് particular എമൗണ്ട് ഡെബിറ്റ് അല്ലേ? സോ ക്രെഡിറ്ററെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ടു മെഷീനറി ആണ്. മെഷീനറിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ടു ആകുമ്പോൾ ഇവിടെ വരണം, ഡെബിറ്റ് സൈഡിൽ വരണം ടു മെഷീനറി 10,000. മെഷീനറി അല്ല 10,000 കൊടുത്തത്. മെഷീനറി. സ്റ്റോക്കിൻ്റെ എങ്ങനെ? സ്റ്റോക്കിന് ഡെബിറ്റ് ചെയ്തു. സ്റ്റോക്കിന് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വേണം ക്രെഡിറ്റ് സൈഡിൽ 5,000. ബൈ സ്റ്റോക്കാണ്. ഇനി എന്താ ഉള്ളത്? ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്തു. അപ്പം ബൈ ബിൽഡിങ് 2,500. ബൈ ബിൽഡിങ് 2,500. 2,500. ഇനി എന്താ ഉള്ളത് നോക്കാം. റീവാല്യൂഷൻ ടു ഡെപ്റ്ററാ. അപ്പോൾ ടു ഡെപ്റ്റർ 5,000. ഇവിടെ ടു 5,000. സോ ടോട്ടൽ എത്ര വരും? ടോട്ടൽ എത്ര വരുന്നുണ്ടാ? ടോട്ടൽ 15,000 വരും. എത്ര? 15,000. ഈ സൈഡ് എന്താണ്? നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ ആക്കണം. എന്താണ്? 15,000. ഇവിടെ ടോട്ടൽ എത്ര വരും? 5, 7, 500, 8, 200 അല്ലേ? 8, 200 ഉണ്ടാകും. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകും? 7,800 ഉണ്ടാകും. 7,800 ഉണ്ടാകും. ഈ 7,800 നോക്ക്. 8, 500, 9, 11, 16. കൂടിപ്പോയോ? ഇവിടെ 15,000. 15,000 ഇവിടെ 10, 7,500 മൈനസ് 6,800 ഉണ്ടാകും. 7,800 അല്ല 6,800 ഉണ്ടാകും. സോ 6,800, 7,500, 8, 10, 15,000. സോ 6,800 ആണ് എന്ത്? റീവാല്യൂഷൻ്റെ പ്രോഫിറ്റോ ലോസോ? ഡെബിറ്റ് സൈഡ് കൂടുമ്പോൾ എന്താണ്? ലോസ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോൾ പ്രോഫിറ്റാണ്. സോ ഡെബിറ്റ് സൈഡ് അല്ലേ കൂടുതൽ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ക്രെഡിറ്റർ കുറയുമ്പോൾ ലാഭം. അതുകൊണ്ടാണ് ഇവിടെ ഇത് പ്രോഫിറ്റാണ്. സ്റ്റോക്ക് കൂടി 5,000. അപ്പോൾ ലാഭമല്ലേ? ബിൽഡിംഗ് അപ്രിസിയേറ്റ് ചെയ്ത് കൂട്ടി. അപ്പോൾ ഇതൊക്കെ ലാഭമാണ്. അപ്പോൾ ഇത് നോക്കി, മെഷീനറി 10,000 കുറച്ചു. 1,50,000 ഉള്ളത് 1,40,000 ആക്കുമ്പോൾ കുറവാണ്. ഡെപ്റ്റർ കുറച്ചു. എത്ര? 40,000 ഉള്ള ഡെപ്റ്റർ 35,000 ആക്കി. അപ്പോൾ കുറവല്ലേ? സോ ഇത് രണ്ടും നഷ്ടം ഡെബിറ്റ് സൈഡിലും ലാഭം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലും ആണ്. നെറ്റ് എന്താണ്? നെറ്റ് നമുക്ക് 6,800 നഷ്ടമാണ്. അതെന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. എങ്ങനെ? 5:3:2 5:3:2. അപ്പം നോക്കണം, 5:3:2 എന്ന് പറയുമ്പം ആരൊക്കെയാണ്? മിതാലി, ഇന്ദു, ഗീത. MIG. മിതാലി, ഇന്ദു, ഗീത. മിതാലിക്ക് എത്ര ഉണ്ടാകും? മിതാലിക്ക് 3,400 ഉണ്ടാകും. മിതാലിക്ക് 3,400 ഉണ്ടാകും. ഇന്ദുവിന് എത്ര ബാലൻസ് ഉണ്ടാവുക? ഇന്ദുവിന് 6,800 3/10 ആകുമ്പോൾ 3/10 ആകുമ്പോൾ 2,240 രൂപ ഉണ്ടാകും. എത്രയാണ്? 2,040 റുപ്പീസ്. 2,040 ഉണ്ടാകും. അപ്പം നമ്മുടെ ഗീതക്ക് എത്ര ഉണ്ടാകും? 1,360 ഉണ്ടാകും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6,800 രൂപ കിട്ടുകയും ചെയ്യും. ഇതാണ് എന്ത്? റീവാല്യൂഷൻ അക്കൗണ്ട്. റീവാല്യൂഷൻ അക്കൗണ്ടിലെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? ലോസ് ആണ്. കാരണം ഡെബിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. സോ ജസ്റ്റ് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പാർട്ട്നേഴ്സിന് അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് റിസർവോ അല്ലെങ്കിൽ പ്രോഫിറ്റോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ റിസർവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ടു അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യുക. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലെ കാണിച്ചു തരാം. എന്താണ് ഇവിടെ എന്തുണ്ട്? ജനറൽ റിസർവ് 90,000. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ജനറൽ റിസർവ് പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓരോ പാർട്ട്നേഴ്സിന് ഇൻഡിവിജ്വൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. ഏത് റേഷ്യോയിൽ? അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റീവാല്യൂഷൻ്റെ പ്രോഫിറ്റും ലോസ് എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കണ്ടോ ഇവിടെ ഓൾഡ് റേഷ്യോ ഇവിടെ 5:3:2 കണ്ടില്ലേ? യെസ്. ഇനി എന്ത് ചെയ്യണം? ഇനി അഥവാ ഇതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ലോസ് ആണെങ്കിൽ ഈ സൈഡിൽ കാണാം അക്യുമുലേറ്റഡ് ലോസ് എന്നാണ് വിചാരിക്കും. അക്യുമുലേറ്റഡ് ലോസ് ആണ് 6,000. അപ്പോൾ എന്താ എൻട്രി വരിക? അക്യുമുലേറ്റഡ് ലോസിന് ഡെബിറ്റ് ചെയ്യോ? ഇല്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ 3:2:1 അല്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ ഇന്ദർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 3,000. 3:2:1 ഗജേന്ദ്ര ക്യാപിറ്റൽ അക്കൗണ്ട് 2,000. ഹരീന്ദ്ര ക്യാപിറ്റൽ അക്കൗണ്ട് 1,000. ടു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 6,000. അതാണ് എന്തുണ്ടാവുക? ജേണൽ എൻട്രി ഉണ്ടാവുക കേട്ടോ. സോ ഞാൻ ജസ്റ്റ് അത് പറയുന്നത് മാത്രമല്ല, അല്ലാണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നെക്സ്റ്റ്, ഡിസ്പോസൽ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ണർ.
റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. എന്ത്, അയാളുടെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആ പാർട്ട്നേഴ്സിന് കൊടുക്കണം. സോ ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു കേസ് എന്താണ്, ഗുഡ് വില്ലിൻ്റെ കേസ് ഉണ്ട്. എന്താ ഗുഡ് വിൽ, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് ഗുഡ് വിൽ കൊടുക്കണം. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ കൊടുക്കാം, കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്തു, ഗുഡ് വിൽ കൊണ്ടുവരുന്ന പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിൽ കൊണ്ടുവരണം, അവരെ ഗെയിനിങ് റേഷ്യോയിൽ കൊണ്ടുവരണം. സോറി ബിസിനസ്സിലേക്ക് വരുന്ന അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർ എന്ത് ചെയ്യണം, അയാളെ ഷെയറിൻ്റെ ഗുഡ് വിൽ കൊണ്ടുവരണം. എന്നിട്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ ബാക്കി പാർട്ട്നേഴ്സ് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരാൾ റിട്ടയർ ചെയ്യല്ലേ. അപ്പം റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് സാക്രിഫൈസിങ് റേഷ്യോ അല്ലേ, ഒരാൾ മാത്രം റിട്ടയർ ചെയ്യുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവില്ല, മൊത്തം സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരാൾ മാത്രമായിരിക്കുമല്ലേ. അപ്പം എങ്ങനെയാണ് ഗുഡ് വില്ലോട് കൊടുക്കേണ്ടത്, സിമ്പിളാണ്. ഗെയിനിങ് റേഷ്യോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ, അപ്പം എ ബി സി, ഇവിടെ എന്തുണ്ട്, ഇതെല്ലാം ഇവിടെ എ ബി സി 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇതിലെ ബി റിട്ടയർ ചെയ്യാൻ വിചാരിക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബി റിട്ടയർ ചെയ്യാനെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബീൻ്റെ ഷെയർ എയും ബിയും എല്ലാം എടുക്കുക. ബിയുടെ ഷെയർ എന്ത് ചെയ്യണം, എയും ബിയും 2 പേരും വീതിച്ചെടുക്കും. അപ്പം ബിയുടെ ഷെയർ എയും സിയും വീതിച്ചെടുക്കും. അപ്പം ഇവിടെ എക്കും സിക്കുമാണ് ഈ ഷെയർ കിട്ടുന്നത്. ഷെയർ കിട്ടുന്ന എക്കും സിക്കും. അപ്പം ഈ എയും സിയും എന്ത് ചെയ്യണം, ഗുഡ് വിൽ കൊണ്ടുവരണം. അപ്പം പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ വരുന്ന പാർട്ട്ണർക്കാണ് ഈ ഷെയർ കിട്ടുന്നത്. അപ്പോൾ അയാളാണ് ഗുഡ് വിൽ കൊണ്ടുവരുന്നത്. അതുപോലെ ഇവിടെ എക്കും സിക്കുമാണ്, അഥവാ അവിടെ നിലനിൽക്കുന്ന പാർട്ട്നേഴ്സിനാണ് ഈ ഒരു ഷെയർ കിട്ടുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഗുഡ് വിൽ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ബിക്ക് കൊടുക്കണം. അപ്പം കൊണ്ടുവരുന്ന പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഗുഡ് വില്ല്. എന്നിട്ട് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എങ്ങനെ, ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇല്ലെങ്കിൽ ബി അത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ടു ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക. നമ്മളെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ എൻട്രി തന്നെ, അതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് ക്യാഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ്, അതങ്ങ് തീർന്നു. ഇനിയല്ല, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, എയും സിയും ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഗുഡ് വില്ല്. ഇനി ഗുഡ് വില്ല് ഇയാളെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്, അഥവാ ബി ക്യാഷ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം, ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബീസ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ട് ജനറലി ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ക്യാഷ് ആയിട്ട് ഗുഡ് വില്ല് ഒരിക്കലും റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഗുഡ് വില്ലിനെ ഇയാളെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ, കാരണം ക്യാഷ് വരുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം ടു ഗുഡ് വില്ല്. എന്നിട്ട് ആ ഗുഡ് വില്ലിനെ എന്ത് ചെയ്യണം, ഈ മുഴുവൻ ബിയുടെ, കാരണം ബി അല്ലേ റിട്ടയർ ചെയ്യുന്നത്, അപ്പം മുഴുവൻ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിനെ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഥവാ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല. 2 പാർട്ട്ണർ ഒരുമിച്ച് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഗുഡ് വില്ല് 2 പേർക്കും വീതിച്ചു കൊടുക്കണം. അത് അവരെ സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും. അവരെത്രയാണോ 2 പേർ, ഇപ്പോൾ ഒരാളുടെ ഷെയർ 2, മറ്റൊരാളുടെ ഷെയർ 1 ആണെങ്കിൽ 2:1, 2 പേർക്കും 2 പേർക്ക് ഈക്വൽ ആണെങ്കിൽ 2 പേർക്ക് ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഫോർ യുവർ ഇൻഫർമേഷൻ സേക്ക്, അല്ലാണ്ട് എക്സ്ട്രാ ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്പോസൽ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ണർ, റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് എങ്ങനെ എമൗണ്ട് കൊടുക്കാം. ഒന്നെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലേ. അയാൾ ബിസിനസ്സിന് റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് ആണ് അയാളുടെ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എന്ത് ചെയ്യണം, അയാൾക്ക് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബിസിനസ്സിൽ നമ്മൾ എന്തുണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കാം, ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോൺ ആയിട്ട് കൊടുക്കാം. കുറച്ച് ക്യാഷ് ഉണ്ട്, അപ്പോൾ കുറച്ച് ക്യാഷ് കൊടുക്കുക, ബാക്കി ലോൺ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, അഥവാ ലോണിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണറുടെ ലോൺ ഉണ്ടെങ്കിൽ 6% ആണ്. അപ്പോൾ ഇയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട്ണറാണോ, ഒരു പാർട്ട്ണർക്ക് ലോൺ ഉണ്ടെങ്കിൽ 6% നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ റിട്ടയർ ചെയ്യാത്ത ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ, അത് പറയുന്നുണ്ട് ആര്, നമ്മുടെ സെക്ഷൻ 37 പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 37 പറയുന്നുണ്ട്, ഒരു റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളെ ബാലൻസ് എമൗണ്ടിന്, അയാൾക്ക് കൊടുക്കാനുള്ള ബാലൻസ് എമൗണ്ട് അത് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം, 6% ഇൻട്രസ്റ്റ് കൊടുക്കാം. ഇത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറ് എന്താണ്, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് 6% എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. അത് 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് അല്ല, അയാളുടെ എമൗണ്ട് 3 രീതിയിലാണ് കൊടുക്കുന്നത്. ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതി ക്യാഷും പകുതി ലോണും ആണെങ്കിൽ ആ പകുതിയിലുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ഫുള്ള് ലോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫുൾ എമൗണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. സോ റിട്ടയറിംഗ് പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ എമൗണ്ട് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, വെൻ ദ റിട്ടയറിംഗ് പാർട്ണർ ഈസ് പെയ്ഡ് ഫുൾ ഇൻ ക്യാഷ്, കംപ്ലീറ്റ് എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്തു. ബിഗ് ടീമാണ്, ഫുൾ എമൗണ്ട് ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, എന്തിന് ഡെബിറ്റ് ചെയ്യണം, പാർട്ട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ട്, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. സോ റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ടു ബാങ്ക് അക്കൗണ്ട്. സോ
സോ എങ്ങനെയാണ് ക്യാഷ് ആയിട്ടാണോ ബാങ്കാണോ എങ്ങനെ കൊടുക്കുന്നത് ആ രീതിയിൽ കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് ഫുൾ എമൗണ്ട് നമ്മൾ ലോണിലേക്കാണ് മാറ്റുന്നത്. അഥവാ നമുക്ക് ക്യാഷ് കൊടുക്കാൻ 1 രൂപ പോലും കയ്യിലില്ല, നമ്മൾ മൊത്തം ലോണിലേക്ക് മാറ്റി. അപ്പം റിട്ടയറിംഗ് പാർട്ണറെ തന്നെ ഡെബിറ്റ് ചെയ്യാം ടു ടു ലോൺ അക്കൗണ്ട്. എന്ത് ലോൺ അക്കൗണ്ട്? ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അഥവാ ഇവിടെ ബി ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബീസ് ലോൺ അക്കൗണ്ട്. ബി എന്നുള്ള പാർട്ട്ണർ അല്ല ടു ബീസ് ലോൺ അക്കൗണ്ട് ആണ്. ഇനി ഇയാൾക്കൊരു 5 ലക്ഷമാണ് കൊടുക്കാനുള്ള വിചാരിക്കാം. അപ്പോൾ എന്താ എൻട്രി വരാം? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 5 ലക്ഷം, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബീസ് ലോൺ അക്കൗണ്ട് 5 ലക്ഷം, 2 സൈഡും. ഇനി ഈ 5 ലക്ഷത്തിലെ 3 ലക്ഷം ക്യാഷ് ആയിട്ടും 2 ലക്ഷം ലോണായിട്ടാണ് കൊടുക്കുന്നത്. 3 ലക്ഷം ക്യാഷും 2 ലക്ഷം ലോണും. അപ്പം ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5 ലക്ഷം ടു ബാങ്ക് 3 ലക്ഷം ടു ലോൺ 2 ലക്ഷം. ക്യാഷ് ആയിട്ട് 3 ലക്ഷവും ലോണായിട്ട് 2 ലക്ഷം എന്ത് ചെയ്തു നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സെറ്റല്ലേ? സോ രണ്ടും കുറച്ച് ക്യാഷും കുറച്ച് ബാങ്കുമായിട്ടാകുമ്പോൾ എന്ത് ചെയ്യണം, എത്രയാണോ ക്യാഷ് ആ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുക, എത്രയാണോ ഇപ്പോൾ ലോണ് അത്ര ലോണിലേക്ക് എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക. റിട്ടയറിംഗ് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5 ലക്ഷം ടു ബാങ്ക് 3 ലക്ഷം ടു ബീസ് ലോൺ അക്കൗണ്ട് 2 ലക്ഷമാണ് തരിക. സെറ്റല്ലേ? ഡണ്ണായില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോർഷനിലേക്ക് പോകാം. ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, അഥവാ ഈ 3 എൻട്രിയും പഠിച്ചില്ലേ, ഇതാണ് മെയിൻ എൻട്രി. ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മുടെ എന്താ, ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസാണ്. എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അഥവാ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, ആ ലോൺ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ലോണിൻ്റെ കൂടെയാണ് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുക, അഥവാ ലോണിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് നമ്മുടെ എന്താണ്, എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ. സോ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ആ വർഷത്തിൻ്റെ അവസാനം എന്ത് ചെയ്യണം, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ടു ഈ പറയപ്പെട്ട ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെന്താ എൻട്രി വരാം, P&L അക്കൗണ്ട് ഡെബിറ്റ്, P&L അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സെറ്റല്ലേ? ഇനി ഈ പറയപ്പെട്ട ഇൻട്രസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയപ്പെട്ട ഇൻട്രസ്റ്റിന് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ലോണിൻ്റെ ബാലൻസ് ക്യാഷ് ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കൂലേ. അപ്പോൾ എന്താ വരിക, ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തിനെ ഡെബിറ്റ് ചെയ്യണം, ലോണിനെ ഡെബിറ്റ് ചെയ്യണം. സോ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അഥവാ ഈ ഇൻട്രസ്റ്റോ ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. സെറ്റാണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു എൻട്രി മറക്കണ്ട. ഈ എൻട്രി എന്ത് ചെയ്യാറുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ലോൺ ഏത് രീതിയിലാണോ വേണ്ടത് എന്ന് എവിടെ പറയും, നമ്മുടെ ഡീഡിൽ പറയും. അഥവാ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ഡ്യൂ എമൗണ്ട് എങ്ങനെ ലോണിലൂടെ കൊടുക്കണം, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന് ലോണിൽ പ്രത്യേകം പറയും. ജനറലി 3 രീതിയാണുള്ളത്. ആ 3 രീതി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. അഥവാ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അമരീന്ദർ, മഹീന്ദർ, ജോഗീന്ദർ 3 ആൾക്കാർ പാർട്ട്നേഴ്സാണ്. അവിടെ മഹീന്ദർ റിട്ടയർ ചെയ്തു. ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 60,000 ബിക്കംസ് ഡ്യൂ ടു ഹിം. ഇയാൾക്ക് എന്തുണ്ട്, 60,000 കൊടുക്കാനുണ്ട്, 60,000 ഡ്യൂ കൊടുക്കാനുണ്ട്. അങ്ങനെ ഡ്യൂ കൊടുക്കുമ്പോൾ ഈ ഫുൾ എമൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ മഹീന്ദറുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ ഫുൾ എമൗണ്ട് അമരീന്ദറും ജോഗീന്ദറും ഇയാൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എന്താണ്, ഇവിടെ ഒരു എമൗണ്ടും ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ മഹീന്ദർസ് ലോൺ അക്കൗണ്ട് ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന ഫോളോയിങ് കേസസിൽ നമ്മൾ എന്ത് ചെയ്യണം, മഹീന്ദറുടെ ലോൺ അക്കൗണ്ട്. അപ്പം 3 കേസാണല്ലോ പറഞ്ഞത്. ആ 3 കേസ് എന്തെല്ലാമാണ്, ഫസ്റ്റ് വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് 4 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്, 4 ഇൻസ്റ്റാൾമെൻറ്റാണ് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താ, 4 ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 12% പെർ ആനം ഓൺ അൺപെയ്ഡ് ബാലൻസ്. അപ്പം ഇയാൾക്ക് എത്രയാണോ ബാലൻസ് അതിൻ്റെ 12% ഇൻട്രസ്റ്റ് പ്ലസ് 4 ഇയർ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം നോക്കാം, 60,000 കൊടുക്കാനുള്ളതല്ലേ 60,000. ഈ 60,000 എന്ത് ചെയ്തു, 4 വർഷമാക്കുമ്പം 15,000 അല്ലേ, ബൈ 4. ഓരോ വർഷവും 15,000 വീതം കൊടുക്കും. ആദ്യത്തെ വർഷം 15, 2 15, 3 15, 4 15, മൊത്തം 60,000. അപ്പോൾ ഓരോ വർഷവും 15,000 വീതം കൊടുക്കും. എന്ത്, പ്ലസ് ഇൻട്രസ്റ്റ്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, എക്സ്ട്രാ ഇൻട്രസ്റ്റ് അടക്കം. സോ ഇതാണ് ഫസ്റ്റ്. നമുക്ക് നോക്കാം. സോ ഓരോ വർഷവും നമ്മൾ എങ്ങനെ കൊടുക്കും, വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ 4 ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പം 15,000
പ്ലസ് കൊടുക്കാനുള്ളതിൻ്റെ ഇൻട്രസ്റ്റും അല്ലേ. സോ നോക്കാം, ആദ്യത്തെ വർഷം എന്താണ്, ബുക്സ് ഓഫ് അമരീന്ദർ ജോഗീന്ദർ അമരീന്ദറിൻ്റെയും മഹീന്ദറിൻ്റെയും ബുക്സിൽ മഹീന്ദറിൻ്റെ ലോൺ അക്കൗണ്ട്. ഇവിടെ ഇപ്പോൾ മഹീന്ദർ ഇല്ലല്ലോ, മഹീന്ദർ പോയി. അപ്പോൾ അമരീന്ദറിൻ്റെയും ജോഗീന്ദറിൻ്റെയും ബുക്കാണ്. അവിടെ മഹീന്ദറിന് കൊടുക്കാനുള്ള ലോൺ എമൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ലോൺ അക്കൗണ്ട്, മഹീന്ദറിൻ്റെ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പം ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ഇവൻ്റെ ബാലൻസും കൊടുക്കുന്നതും കാണിക്കുക. ഡെബിറ്റ് സൈഡിലാണ് എന്തുണ്ടാവുക, ഡെബിറ്റ് സൈഡിലായിരിക്കും എന്തുണ്ടാവുക ഇവർക്ക് ഇത് സോറി ഡെബിറ്റ് സൈഡിലാണ് ഇത് എങ്ങനെ കൊടുക്കാമെന്ന് കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അത് കൊടുത്ത എമൗണ്ട് ആണ് ഉണ്ടാവുക ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. സോ നമുക്ക് ഫസ്റ്റ് ലോൺ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക, കാരണം ലോൺ ലയബിലിറ്റിയാണ്. അപ്പം മഹീന്ദ്ര ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 60,000 വന്നു. കാരണം ക്യാപിറ്റൽ എത്ര ബാലൻസ് ഉണ്ട്, 60,000 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, നേരെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്താ എൻട്രി വരിക, മഹീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ അക്കൗണ്ട്. അപ്പം ടു ലോൺ അക്കൗണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ബൈ എന്ത് ചെയ്യും, മഹീന്ദർ ക്യാപിറ്റൽ വരും. ലോൺ അക്കൗണ്ടിലേക്ക് 60,000 വന്നു അല്ലേ, 60,000 ലോൺ അക്കൗണ്ടിലേക്ക് വന്നു. ഇനി ഈ 60,000 നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, ഒരു വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടാകും. സോ 60,000 ഇൻറ്റു 12/100 എത്ര ഉണ്ടാകൂടാ, 7,200. 60,000 12% എത്ര, 7,200. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം 60,000 4 എത്ര, /4 15,000. അപ്പോൾ ഒരു വർഷം നമ്മൾ 15,000 കൊടുക്കും. ആദ്യത്തെ വർഷം 15,000 കൊടുക്കും, പ്ലസ് ഇൻട്രസ്റ്റ് എത്ര, പ്ലസ് ഇൻട്രസ്റ്റ് 7,200 അല്ലേ. ആ വർഷത്തെ ഇൻട്രസ്റ്റ് 7,200 അല്ലേ. അപ്പോൾ 22,200 രൂപ നമ്മൾ കൊടുക്കും. സോ ടു ബാങ്ക് 15,000 7,500 കൂടിയും ആദ്യത്തെ വർഷം 22,200 കൊടുത്തു. അപ്പം മൊത്തം 60,000 15,000 കൊടുത്തു, ആ വർഷത്തെ ഇൻട്രസ്റ്റ് ആയ 7,200 കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകും, ബാക്കി 45,000. സോ ഇത് ഇവിടെ ടോട്ടൽ ചെയ്യാം, ഇവിടെയും ടോട്ടൽ ചെയ്യുക 45,000. അപ്പം ആ വർഷത്തെ ബാലൻസ് അഥവാ 15,000 കൊടുത്താൽ ബാക്കി ഉണ്ടാവും എത്ര, 45,000 ആണ്. അത് അടുത്ത വർഷത്തേക്ക് മാറും. എന്താണ് അടുത്ത വർഷത്തെ ബാലൻസ്. ഇനി ഈ ബാലൻസിൻ്റെ 12% എത്രയാണ്, 5,400. ഇൻട്രസ്റ്റ് എത്ര, 5,400. അപ്പോൾ ആ വർഷം ഇൻട്രസ്റ്റ് 5,400 വരും. സോ മൊത്തം 45,000 പ്ലസ് 5,400 50,400. അതിൽ എത്ര നമ്മൾ കൊടുക്കും, ഈ 5,400 ഇൻട്രസ്റ്റും പ്ലസ് 15,000 അല്ലേ. 15,000 പ്ലസ് 5,400 മൊത്തം എത്ര ഉണ്ടാവും, 20,400 ഉണ്ടാകും. സോ 50,400 അഥവാ 20,400 കൊടുത്താൽ ബാക്കി 30,000 ഉണ്ടാകും. സിമ്പിളാണ്. 45,000 15,000 കൊടുത്താൽ മതി, പ്ലസ് ഇൻട്രസ്റ്റും അല്ലേ. ആ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുക്കും. സോ രണ്ടാമത്തെ വർഷവും കഴിഞ്ഞു. മൂന്നാമത്തെ വർഷം ബാക്കി എത്ര ഉണ്ടാകും, 30,000 ഉണ്ടാവും അല്ലേ. ഈ 30,000 12% എത്ര, ഇൻറ്റു 12/100 എത്ര ഉണ്ടാകും, 3,600 ഉണ്ടാവും അല്ലേ. 3,600. അപ്പം 30,000 പ്ലസ് 3,600 33,600 ഉണ്ടാകും. അതിലെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ആ വർഷം 15,000 കൊടുക്കും, പ്ലസ് ഇൻട്രസ്റ്റ് 3,600. സോ 15,000 പ്ലസ് ഇൻട്രസ്റ്റ് 3,600. അപ്പം 18,600 കൊടുക്കും, ബാലൻസ് 15,000 ഉണ്ടാകും. അപ്പം ആദ്യത്തെ വർഷം 15 കൊടുത്തു, രണ്ടാമത്തെ വർഷം കൊടുത്തു, മൂന്നാമത്തെ വർഷം 15 കൊടുത്താൽ ബാക്കി 60 ബാലൻസ് 15,000 ഉണ്ടാകും. സോ 3 വർഷം കഴിഞ്ഞു. അവസാന വർഷം എത്ര, 15,000 ഉണ്ടാകും. 15,000 12% എത്ര, 1,800 ഉണ്ടാവും അല്ലേ, 1,800. അപ്പം 15,000 പ്ലസ് 1,800 16,800. അപ്പം നാലാമത്തെ വർഷം 15,000 കൊടുക്കണം, ബാക്കി 1,800. ബാക്കി ആ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 1,800. സോ 15,000 പ്ലസ് 1,800 16,800, ടോട്ടൽ 16,800. കണ്ടോ, ഇവിടെ 4 വർഷം ഈക്വൽ എമൗണ്ട് കൊടുക്കും, പ്ലസ് ആ വർഷം എത്രയാണോ ഇൻട്രസ്റ്റ്. അപ്പം ഓരോ വർഷം എമൗണ്ട് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യത്തെ വർഷം നല്ല ബാധ്യത ഉണ്ടാകും, അവസാന വർഷം ആകുമ്പോൾ കുറവേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ വർഷം കണ്ടോ 22,200 കൊടുത്തു, പക്ഷേ അവസാന വർഷത്തിൽ 16,800 കൊടുത്തുള്ളൂ. അപ്പം കണ്ടോ, സിമ്പിളാണ്. ഇതാണ് ഫസ്റ്റത്തെ കേസ്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താ നോക്കാം. വെൻ ദ അഗ്രി ടു പേ 3 ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 20,000 ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താ, നേരത്തെ പ്ലസ് ഇൻട്രസ്റ്റ് അഥവാ എമൗണ്ടിൻ്റെ എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇൻട്രസ്റ്റ് അടക്കം 20,000, ഇൻട്രസ്റ്റ് അടക്കം 20,000 കൊടുക്കും അറ്റ് 12%, 12% ഇൻട്രസ്റ്റ് ഇൻ ദ ഫസ്റ്റ് 3 ഇയേഴ്സ്. അപ്പോൾ ആദ്യത്തെ 3 വർഷം ഈക്വൽ 20,000 വീതം കൊടുക്കുക ചെയ്യാം. ആൻഡ് ബാലൻസ് അഥവാ ഈ 3 വർഷം 20,000 കൊടുത്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ വിത്ത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്, ബാലൻസ് ഉള്ള എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കം എന്ത് ചെയ്യും, നമ്മൾ 4ാമത്തെ വർഷം കൊടുക്കും. അഥവാ ആദ്യത്തെ 3 വർഷം നമ്മൾ 20,000 കൊടുക്കുക, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ആദ്യത്തെ 3 വർഷം 20,000 തന്നെ കൊടുക്കും. 4ാമത്തെ വർഷം എത്രയാണോ ബാലൻസ് അതും ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കും. സോ നമുക്ക് നോക്കാം രണ്ടാമത്തെ കേസ്. സോ രണ്ടാമത്തെ കേസിൽ 60,000 അല്ലേ ഉള്ളത്, 60,000 ആണുള്ളത്. ഓരോ വർഷം നമ്മൾ എന്ത് കൊടുക്കും, 20,000 ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കും അല്ലേ. സോ നോക്കാം, ഫസ്റ്റത്തെ വർഷം 60,000 ഉണ്ട്, പ്ലസ് ഇൻറ്റു 12% എത്ര, 7,200. അപ്പം 67,200 ഉണ്ടാകും. ഈ ഇൻട്രസ്റ്റ് അടക്കം എത്ര, 20,000 കൊടുക്കുക. അപ്പം
നമ്മൾ ബാങ്കിലേക്ക് 20,000 കൊടുത്തു. 67,200 20,000 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാകും? ബാക്കി 47,200 ഉണ്ടാകും. ഫസ്റ്റത്തെ വർഷം കഴിഞ്ഞു. അതായത് മൊത്തം ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ 20,000 കൊടുത്തത്. രണ്ടാമത്തെ വർഷം 20,000 കൊടുക്കുക. സോ ബാലൻസ് എത്ര ഉണ്ടാകും? ഈ 67,200 20 കുറച്ചാൽ ബാക്കി 47,200 ഉണ്ടാകും. രണ്ടാമത്തെ വർഷത്തെ ബാലൻസ് 47,200. അതിൻ്റെ 12% എങ്ങനെ കാണാം? ഇൻറ്റു 12/100 എത്ര? 5000 ചെറിയ 5664. ചെറിയ ഡെസിമലിൻ്റെ മാറ്റം ഉണ്ടാകും. ഡെസിമൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ 47,200 പ്ലസ് 5,664 എത്ര? 52,864 ഉണ്ടാകും. ഈ 52,864 നമ്മൾ രണ്ടാമത്തെ വർഷം എത്ര കൊടുക്കും? സെയിം എമൗണ്ടിന് 20,000. ആദ്യത്തെ 3 വർഷവും 20,000 അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 52,864 20,000 കുറച്ച് ബാക്കി എത്ര ഉണ്ടാകും? 32,864 ഉണ്ടാകും രണ്ടാമത്തെ വർഷം കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ബാലൻസ് എത്ര? 32,864. ഈ 32,864 12% എത്ര? 3,944. അതെന്താ? ഡെസിമൽ ഉണ്ടാകും. ഡെസിമൽ നമ്മൾ ശ്രദ്ധിക്കണ്ട, കാരണം ഡെസിമൽ ചെയ്യുമ്പോൾ നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പോൾ 3,944 പ്ലസ് 32,864 36,808. 36,808. ഈ 36,808 നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ വർഷവും 20,000 കൊടുത്തു. അപ്പം 36,808 20,000 കുറച്ച് ബാക്കി ഉണ്ടാകും 16,808. എത്ര? 16,808. സോ അവസാന വർഷത്തെ എന്താ? ആദ്യത്തെ 3 വർഷം 20 കൊടുത്തു. നാലാമത്തെ വർഷം ബാലൻസ് എമൗണ്ട് എത്രയാണോ അതും ഇൻട്രസ്റ്റാണ് കൊടുക്കുക. സോ 16,808 ബാലൻസ്. അതിൻ്റെ 12% എത്ര? 12/100 എത്ര ഉണ്ടാകും? 2,017 ഉണ്ടാകും. സോ ഇത് രണ്ടും കൂട്ടുമ്പോൾ 2,017 പ്ലസ് 16,808 എത്ര? 18,825. എത്ര? 18,825. 16,808 2,017 കൂട്ടിയാൽ 18,825. അപ്പം അവസാന വർഷം ബാലൻസ് എത്രയാണോ അതും ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കും. എത്ര? ബാങ്കിലേക്ക് 18,825 കൊടുക്കും. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. മറ്റേ നമുക്ക് എല്ലാ വർഷവും സെയിം എമൗണ്ടും പ്ലസ് ഇൻട്രസ്റ്റുമാണ്. ഡെസിമൽ ഒന്നും ഉണ്ടാവില്ല. കാൽക്കുലേഷൻ സിമ്പിളാണ്. പക്ഷെ ഇവിടെ ഉണ്ടോ? ഇവിടെ കാൽക്കുലേഷനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സിമ്പിൾ അല്ലേ? മൂന്നാമത്തെ കേസ് നോക്കാം. എന്താ? വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ 4 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റാണ്. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് അറ്റ് 12% ഓൺ അൺപെയ്ഡ് ബാലൻസ്. അഥവാ ഇൻട്രസ്റ്റ് അടക്കം 4 വർഷം ഈക്വൽ ആയിട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ എമൗണ്ട് എങ്ങനെ കാണും? അതൊരു ക്വസ്റ്റ്യനാണ്. അഥവാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനോടൊപ്പം മറ്റൊരു കാര്യം തരും. എന്താ അഡീഷണൽ കാര്യം തരിക? ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം തരും. എത്ര ആനുവൽ വാല്യൂ കണ്ടോ? ഇവിടെ ആനുവലി വാല്യൂ എത്രയാണ്? 19,754. അഥവാ 0.329234. അഥവാ ഒരു പെർമനൻറ്റ് എമൗണ്ട് അല്ലേ? ഒരു പെർമനൻറ്റ് റേറ്റിൽ ഒരു എമൗണ്ടിൽ നമ്മൾ ഇത്ര വർഷത്തേക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? എപ്പോഴും ആനുവിറ്റി വാല്യൂ ഉണ്ടാകും. സോ ആ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണോ കിട്ടുക അതാണ് എന്ത്? നമ്മുടെ ആനുവലി കൊടുക്കേണ്ട വാല്യൂ. അത് ക്വസ്റ്റ്യനിൽ തരും. അഥവാ ക്വസ്റ്റ്യനിൽ ഈ ഒരു എമൗണ്ട് തരും. ഈ എമൗണ്ടിന് 60,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അഥവാ ഈ ഒരു എമൗണ്ടിന് 60,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 19,754 കിട്ടും. അഥവാ എല്ലാ വർഷവും ഈ 19,754 നമ്മൾ കൊടുക്കേണ്ടത്. അഥവാ എല്ലാ വർഷവും 19,754. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തരും എന്താണ് അതിൻ്റെ റേറ്റ്. ആ റേറ്റിനെ ഈ ടോട്ടൽ എമൗണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് ആ വാല്യൂ കിട്ടും. സോ നമുക്ക് നോക്കാം ആ സംഭവം ശരിയാണോ അല്ലേ എന്ന് നോക്കാം. സോ ഫസ്റ്റത്തെ വർഷം 60,000 കൊടുക്കാനുണ്ടല്ലേ? 60,000-ൻ്റെ 12% എത്ര? 12/100 എത്ര? 7,200 ഉണ്ടാവും അല്ലേ? സോ മൊത്തം 67,200 ഉണ്ടാകും. ഈ 67,200 ഫസ്റ്റത്തെ വർഷം എത്ര കൊടുക്കുക? സെയിം അല്ലേ? 19,754 കൊടുക്കും. സോ ഫസ്റ്റത്തെ വർഷം 19,754 കൊടുത്തു. ബാലൻസ് എത്ര ഉണ്ടാകും? 67,200 19,754 കുറച്ചാൽ 47,446 ഉണ്ടാകും. 47,466. ബാലൻസ് 47,466. സോ ഫസ്റ്റത്തെ വർഷം 19,754 കൊടുത്തിട്ട് ബാക്കി 47,446 ഉണ്ട്. സോ രണ്ടാമത്തെ വർഷം 47,446 ഇൻറ്റു 12% ഇൻട്രസ്റ്റും എത്ര? 5,694. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 53,140. ഇത് ടോട്ടൽ. അഥവാ കഴിഞ്ഞ വർഷത്തെ ബാലൻസും ആ വർഷത്തെ ഇൻട്രസ്റ്റും 53,140. ഈ 53,140 എത്ര കൊടുക്കുക? സെയിം എമൗണ്ട് തന്നെ 19,754. കണ്ടോ? ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം സെയിം എമൗണ്ടാണ് കൊടുക്കുക. സോ 19,754 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാകും? എത്രന്ന്? 53,140 19,754 കുറച്ചാൽ 33,386 ഉണ്ടാകും അല്ലേ? 33,386 ഉണ്ട്. രണ്ടാമത്തെ വർഷം കഴിഞ്ഞു. 33,386. അതിൻ്റെ 12% എത്ര?
4006. ഇവിടെ ഡെസിമൽ ഉണ്ട്, ഡെസിമൽ ഒഴിവാക്കാം കേട്ടോ. സോ 4006 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 33,386 പ്ലസ് 4006 37,392. എത്ര? 37,392. ഈ 37,392 എത്ര നമ്മൾ കൊടുക്കണം? 19,754. എല്ലാ വർഷവും സെയിം തന്നെ. അപ്പോൾ 37,392 19,754 കുറച്ചാൽ ബാക്കി 17,638. എത്ര? 17,638. സോ 17,368. അതിൻ്റെ 12% എത്ര? ഇൻറ്റു 12/100 എത്ര? 2,116. അപ്പം 17,638 പ്ലസ് 2,116 എത്ര? 19,754. കണ്ടോ? 4ാമത്തെ വർഷം ഓട്ടോമാറ്റിക്കലി ഈ എമൗണ്ട് കിട്ടും. കണ്ടോ? 4ാമത്തെ വർഷത്തെ ബാലൻസ് എത്രയായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഈ ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ആനുവിറ്റി ടേബിളും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലുള്ള ഒരു ഗുണം. അഥവാ ഒരു പെർമനൻറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ EMI കാൽക്കുലേഷൻ ഉണ്ടല്ലോ, EMI എല്ലാ വർഷവും ഈക്വൽ അല്ലേ? നിങ്ങൾക്കൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവില്ലേ നമ്മൾ ലോൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് അതിനൊരു EMI ഉണ്ടാകും. സോ ആ ഒരു EMI ഈ ഇൻട്രസ്റ്റ് അടക്കാം എല്ലാ വർഷവും ഈക്വൽ ആയിരിക്കും. ആ EMI കാൽക്കുലേറ്റ് ചെയ്യൽ ഇങ്ങനത്തെ ഈ ഒരു ടേബിൾ വെച്ചിട്ട്, ഈ ടേബിളിൽ എല്ലാത്തിനും എല്ലാ റേറ്റിൻ്റെയും എല്ലാ ഇയർ ഇത്ര വർഷത്തേക്ക് EMI ഉണ്ടെങ്കിൽ ഇത്ര റേറ്റിലാണെങ്കിൽ അത് മന്ത്ലി ആനുവലി ക്വാർട്ടർലി ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് അതോ അതിൻ്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഇതായിരിക്കും വാല്യൂ നമുക്ക് തരും. സോ ആ വാല്യൂവിനെ ഈ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എല്ലാ വർഷവും അടക്കേണ്ട കറക്റ്റ് എമൗണ്ട് എത്ര കിട്ടും? കണ്ടോ? 19,754. സോ 4ാമത്തെ വർഷം 19,754 ബാലൻസ് ഉണ്ട്. ആ എമൗണ്ട് നമ്മൾ ബാങ്കിലൂടെ കൊടുത്തു. പിന്നെ ബാലൻസ് എന്താ? 0. ബാലൻസ് എത്രയാ? ബാലൻസ് 0 ആയി മാറിയില്ലേ? ഇതാണ് നമ്മുടെ ലോൺ അക്കൗണ്ടിലെ 3ാമത്തെ കേസ്. ജനറലി ഈ 3rd കേസ് ചോദിക്കാറില്ല. ഏതോ ഒരു വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ജനറലി ചോദിക്കാറില്ല. ആദ്യത്തെ 2 കേസാണ് ചോദിക്കുക. പക്ഷേ നിങ്ങൾ 3 കേസൊന്നും പഠിച്ചു വെക്കണം. കാരണം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടേ, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആൾക്കാരാണ്. നിങ്ങൾ പഠിച്ചാൽ എന്തുണ്ടാവുകയുള്ളൂ? ഈ ഒരു കാര്യത്തിൽ സെറ്റ് ആവുകയുള്ളൂ. ഞാൻ ഇതിൻ്റെ ഫുൾ ഫ്ലഡ്ജിലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട്. കാരണം നമുക്ക് സമയമല്ല, നമ്മുടെ ടൈം ഒരുപാട് നേരം ക്ലാസ് ആവണ്ടല്ലോ എന്നുള്ള എഴുതിയിട്ടാണ് ഞാൻ ചെറുതാക്കുന്നത്. ഒരു എക്സും വൈയും സെറ്റിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. സോ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ വൈ ബിസിനസ്സിന് എന്ത് ചെയ്തു? റിട്ടയർ ചെയ്യുന്നുണ്ട്. വൈ എന്ത് ചെയ്തു? ബിസിനസ്സിന് റിട്ടയർ ചെയ്യുന്നുണ്ട്. സോ അവിടെ റിട്ടയർ ചെയ്യുന്ന സമയത്താണ്ടോ ഇവിടെ പുതിയ റേഷ്യോ 5:3 ആയി മാറും. പുതിയ റേഷ്യോ 5:3യും പഴയ റേഷ്യോ എന്താണ്? പഴയ റേഷ്യോ ഇവിടെ ദേവർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 2:2:1 ആണ്. അപ്പം പുതിയ റേഷ്യോ എന്താണ്? 5:3. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ കാണണം. കാരണം ഗുഡ് വില്ല് 1,05,000 ആണ്. 1,05,000. ഇവിടെ വൈ റിട്ടയർ ചെയ്യുമ്പോൾ വൈയുടെ ഷെയർ എത്ര? 2/5 അപ്പം 1,05,000 2/5 ആണെന്ത്? വൈയുടെ ഗുഡ് വിൽ. അപ്പോൾ ആ ഗുഡ് വിൽ എന്ത് ചെയ്യണം? അവൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാരെടുത്തുനിന്ന്? എക്സിൻ്റെയും സെഡും ആണ് കൊണ്ടുവരേണ്ടത്. മെഷീനറി എന്ത് ചെയ്തു? മെഷീനറി ടു ബി ടേക്കൻ. മെഷീനറിയുടെ വാല്യൂ 75,000, ബിൽഡിങ്ങിൻ്റെ വാല്യൂ 1,50,000, അതുപോലെ സ്റ്റോക്ക് 30,000, ആൻ എമൗണ്ട് ഓഫ് 1,500 ബാഡ് ഡെപ്റ്റ് ആക്കി ഡെപ്റ്റേഴ്സിന് കുറയ്ക്കണം. അപ്പോൾ ഇതൊക്കെ എന്താ? റീവാലുവേഷനിലേക്കുള്ളതാണ്. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ഓരോരോ മെഷീനറി ടു ബി ടേക്കൺ. ഇത് ഞാൻ ഫാസ്റ്റായിട്ട് എടുത്ത് പോകാം കേട്ടോ. മെഷീനറിക്ക് ശരിക്കും എത്ര വാല്യൂ? മെഷീനറി 80,000, അത് 75,000 ആകുമ്പോൾ എന്താ? അത് ലോസാണ്. ബിൽഡിങ് എത്രയാണ്? 1,50,000. ബിൽഡിങ്ങിന് ശരിക്കും വാല്യൂ 1,40. അത് 1,50 ആകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ലാഭമാണ്. അതുപോലെ സ്റ്റോക്ക് 30,000 ആയി. സ്റ്റോക്കിന് ശരിക്കും വാല്യൂ 40. സ്റ്റോക്ക് കുറഞ്ഞു. അതുപോലെ ബാഡ് ഡെപ്റ്റ് 1,500 വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ജേർണൽ എൻട്രി ചെയ്യണം. അതുപോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് വേണം. സോ എന്താ ജേർണൽ എൻട്രി വരിക? മെഷീനറി കൂടുമ്പോൾ മെഷീനറി എന്ത് ചെയ്തു? മെഷീനറി കുറയുമ്പോൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി 5,000. മെഷീനറി 5,000 കുറഞ്ഞു. അതുപോലെ വേറെന്താ കുറഞ്ഞത്? സ്റ്റോക്ക് 10,000 കുറഞ്ഞില്ല. സ്റ്റോക്ക് 10,000 കുറഞ്ഞു. സോ സ്റ്റോക്ക് 10,000. പിന്നെ ഡെപ്റ്റേഴ്സ് 1,500 കുറഞ്ഞു. സോ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,500. മൊത്തം എത്ര ഉണ്ടാകും? 16,500. അപ്പോൾ റീവാലുവേഷനെ 16,500 ഡെബിറ്റ് ചെയ്തു. ഇതാണ് 3 ജേർണൽ എൻട്രി ഒരുമിച്ച് ചെയ്യാം. ഒന്നെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി 5,000, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റോക്ക് 10,000, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,500. അങ്ങനെ എഴുതാം. ഇനി ടോട്ടലായിട്ടും എഴുതാം. എങ്ങനെ? ടോട്ടലായിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 16,500 ടു മെഷീനറി 5,000 ടു സ്റ്റോക്ക് 10,000 ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,500. ഇനി എന്താ ഇൻക്രിമെൻ്റ് ഉള്ളത്? ഇൻക്രിമെൻ്റ് ആകെ ബിൽഡിങ്ങിന് മാത്രം. അപ്പം ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ 10,000. സോ റീവാലുവേഷൻ എൻട്രി കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്?
അടുത്തത് ഗുഡ് വിൽ ഉണ്ട് അല്ലേ, ഗുഡ് വിൽ 10,500 ഉണ്ട് അല്ലേ. അപ്പോൾ 10,500 എത്ര, 10,500 2/5 അല്ലേ, ഇൻറ്റു 2/5 ഉണ്ടാകും. അപ്പോൾ 2/5 ആകുമ്പോൾ എത്ര ഉണ്ടാകും, 2,10,000/5 40, 42,000 ആണ് ഗുഡ് വിൽ ഉണ്ടാവുക. 42,000 ആണ് എന്തുണ്ടാവുക, ഗുഡ് വിൽ ഉണ്ടാവുക. ഈ 42,000 ആരും കൊണ്ടുവരണം, 42,000 എക്സും സെഡും കൊണ്ടുവരണം. എക്സും സെഡും ഇവിടെ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത് പറയുന്നുണ്ടോ, ഇല്ല. അപ്പം എക്സും സെഡും ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ സെഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ നോക്കാം എത്രയാണ്, 42,000 ഉണ്ടാവും അല്ലേ. ഈ 42,000 എന്ത് ചെയ്യണം, എക്സും സെഡും കൊണ്ടുവരണം. ഏത് റേഷ്യോയിൽ, എക്സും സെഡിൻ്റെയും എന്ത് കാണണം, ഗെയിനിങ് റേഷ്യോ കാണണം. എങ്ങനെ ഗെയിനിങ് റേഷ്യോ കാണാം, ഇവരെ ഓൾഡ് റേഷ്യോ ഇവിടെ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്താണ്, ന്യൂ റേഷ്യോ എന്താ 5/8 3/8. ഇനി ഇവിടെ എന്താണ് 2/5 1/5 ആണ് അല്ലേ. അപ്പോൾ 2/5 എന്തെന്ന് മൈനസ് ചെയ്യണം, 5/8 മൈനസ് ചെയ്യണം. 3/8 എന്ത് ചെയ്യണം, 1/5 മൈനസ് ചെയ്യണം. സോ നോക്കാം, 5/8 minus 2/5 is equal to 9/40. 3/8 minus 1/5 is equal to 7/40. സോ ഗെയിനിങ് റേഷ്യോ എന്താണ്, 9:7 ആണ്. എന്താണ്, 9:7 ആണ്. 9:7 ആണെന്ത് ഗെയിനിങ് റേഷ്യോ. എന്താണ് ഗെയിനിങ് റേഷ്യോ, 9:7 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 9:7 42,000 ഇൻറ്റു 9/16 7/16 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര ഉണ്ടാകും, എക്സ് 23,625 സെഡ് 18,375 കൊണ്ടുവരണം. എത്ര, 23,625 എക്സും സെഡ് 18,375 കൊണ്ടുവരണം. എന്നിട്ട് അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങോട്ട് കൊണ്ടുവരണം, നമ്മുടെ വൈയിൽ. ശരിക്കും ഇവർ ക്യാഷ് ആയിട്ട് ഈ എമൗണ്ട് കൊണ്ടുവരണം, പക്ഷേ ഇവിടെ ക്വസ്റ്റനിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത് പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് ഈ എമൗണ്ട് എന്ത് ചെയ്യണം, വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. എത്ര, 42,000 ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ 42,000 എങ്ങനെ, എക്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് 23,625 വൈയുടെ ക്യാപിറ്റൽ സെഡിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് 18,375 എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സെഡിലേക്ക് കൊണ്ടുവരാം. ഇനി എന്തുണ്ട്, ഇനി ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ട് 15,000 അല്ലേ, റിസർവ്. അപ്പം പ്രോഫിറ്റ് ആണ്, ലോസ് ഒന്നുമില്ല. അപ്പോൾ റിസർവ് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. റിസർവ് എങ്ങനെ കൊണ്ടുവരാം, റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയിൽ എങ്ങനെ 5:2:1 എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു എക്സ് 6,000 ടു വൈ 6,000 ടു സെഡ് 3,000. കാരണം 2:2:1 2 കിട്ടുമ്പോൾ ഇവിടെ 1 മാത്രമേ ഇയാൾക്ക് കിട്ടുള്ളൂ. ഇനി എന്താ എൻട്രി ഉള്ളത്, ഇനി റീവാലുവേഷൻ്റെ പ്രോഫിറ്റോ ലോസോ ഉണ്ട് അല്ലേ. റീവാലുവേഷൻ്റെ പ്രോഫിറ്റോ ലോസോ, കാരണം ഇവിടെ റീവാലുവേഷൻ കൊണ്ട് റീവാലുവേഷൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യണം. യെസ്, നമുക്ക് ജേണൽ എൻട്രി കഴിഞ്ഞ് റീവാലുവേഷൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ടിൽ ആകെ ബിൽഡിങ് 10,000 കൂടി, ബാക്കിയൊക്കെ ലോസാണ്. എന്തൊരു മെഷീനറി എത്ര 5,000 കുറഞ്ഞു, സ്റ്റോക്ക് 10,000 കുറഞ്ഞു, പ്രൊവിഷൻ 1,500 കുറഞ്ഞു. അപ്പം എന്തൊക്കെ ലോസ് ഡെബിറ്റ് സൈഡിൽ മെഷീനറി 5,000, സ്റ്റോക്ക് 10,000, പ്രൊവിഷൻ 1,500. അതുപോലെ തന്നെ ബിൽഡിങ് 10,000 കൂടി. ഇത് ടോട്ടൽ എത്ര, ഇത് 16,500 ഉണ്ട്. ഈ 16,500 10 കുറച്ച ബാക്കി എത്ര, 6,500 ലോസാണ്. ഈ 6,500 എന്ത് ചെയ്യണം, 6,500 2:1 എന്ത് ചെയ്യണം, 2/5 1/5. അപ്പോൾ എത്ര കിട്ടും, 2,600 എക്സ്, വൈക്ക് 2,600, സെഡിന് 1,300. അപ്പം ഈ 6,500 എന്ത് ചെയ്ത് 3 പേര് വീതിച്ച് ലോസ് ആക്കി ഏറ്റെടുത്തു. അപ്പോൾ എന്താ എൻട്രി വരിക, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,500, 2,600, വൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,600, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 1,300 ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്താ എൻട്രി വരിക, എക്സ് ക്യാപിറ്റൽ 2,600, വൈ ക്യാപിറ്റൽ 2,600, സെഡ് ക്യാപിറ്റൽ 1,300 ടു റീവാലുവേഷൻ 6,500. ഇനി എന്ത് ചെയ്യണം, ഇനിയാണ് നമുക്ക് റീവാലുവേഷൻ്റെ കഴിഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ എക്സിൻ്റെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്രയാണ്, ക്വസ്റ്റനിലുണ്ട് ബാലൻസ് ഷീറ്റിൽ 80, വൈക്ക് 70, സെഡിന് 80. സോ എക്സ് 80, വൈ 70, സെഡ് 80. ഇതിലേക്ക് എന്ത് ചെയ്യണം, റിസർവ് 6,000 3,000 ഉണ്ട്. സോ റിസർവ് 6,3 ഉണ്ട് അല്ലേ. ഇനി എന്തുണ്ട്, ഗുഡ് വിൽ ഉണ്ട് അല്ലേ. ഗുഡ് വിൽ എന്ത് ചെയ്യണം, വൈക്ക് 42,000 ഗുഡ് വിൽ കിട്ടണ്ടേ. സോ ഇത് രണ്ടും കൂടി കൂട്ടി എത്ര ഉണ്ടാകും, 42,000. ഈ 42,000 എക്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് 23,000 കിട്ടി, 23,000 ചില്ലാനും കിട്ടി, സെഡിൻ്റെ ക്യാപിറ്റലിൽ 18,000 ചില്ലാനും കിട്ടി. ഗുഡ് വിൽ 42,000 ഇവിടേക്ക് റെക്കോർഡ് ചെയ്യണം. ഇനി എന്താ ഉള്ളത്, ഈ ഗുഡ് വില്ല് ആരാ കൊണ്ടുവന്നത്, എക്സും സെഡും അല്ലേ വൈക്കുള്ളത്. അത് അവരെ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണ്ടേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കണ്ടോ, ഇവിടെ വൈസ് ഗുഡ് വിൽ വൈ, ഇവിടെ ക്യാപിറ്റൽ എന്നുള്ള എന്താണ് വൈ ക്യാപിറ്റൽ നടണ്ടാവുക. വൈ ക്യാപിറ്റലിലേക്ക് 23,625 എക്സ് കൊടുത്തു, സെഡ് 18,375 കൊടുത്തു. ഇനി റീവാലുവേഷൻ്റെ ലോസ് 2,600 അല്ലേ. സോ റീവാലുവേഷൻ ലോസ് 2,600 1,300. ഇനി എന്തുണ്ട്,
ഇനി ടോട്ടൽ ചെയ്യുക ബാലൻസ് ചെയ്യുക. സോ ഇവിടെയാണ് കൂടുതൽ ഉണ്ടാവുക. ഇവിടെ 86,000, ഇവിടെ 1,18,000, ഇവിടെ 83,000. എത്രയാണ്? 86,000, 1,18,000, ഇവിടെ 1 എന്നുള്ളത് ഇപ്പുറത്താട്ടോ, 1,18,000, അതുപോലെ 83,000. സോ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ 1,18,000 നിന്ന് അപ്പുറത്തെ സൈഡിൽ നോക്കാം. ഇവിടെ 86,000 ഉണ്ട്. ഇവിടെ ആകെ എന്താ ഉള്ളത്? ഇവിടെ ടോട്ടൽ 26,225 ഉണ്ട്. അപ്പം ഈ 26,225 86,000 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? 59,775. അപ്പം നമ്മുടെ എക്സിൻ്റെ ബാലൻസ് എത്ര? 59,775. സെഡിൻ്റെ ബാലൻസോ? കാരണം ഈ എക്സിൻ്റെയും സെഡിൻ്റെയും മാത്രം ബാലൻസ് കണ്ടാൽ മതി. കാരണം എന്താ? എക്സും സെഡും അവിടെ നിലനിൽക്കുന്ന പാർട്ട്നേഴ്സാണ്. സോ സെഡിന് എത്ര? 83,000 ഉണ്ട്. ഈ 83,000 നിന്ന് എന്ത് മൈനസ് ചെയ്യാം? ബാലൻസ് 63,325 മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്കി സോറി 83,000 നിന്ന് മൈനസ് ചെയ്യണം. 18,325, 1,300, 19,675 മൈനസ് ചെയ്യാം. 19,765, 675 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാകും? 63,325 ഉണ്ടാകും. സോ നമ്മുടെ രണ്ട് പേരുടെയും ബാലൻസ് ഇത്ര ഉണ്ടാവും, അഥവാ എക്സിൻ്റെയും സെറ്റിൻ്റെയും. അപ്പോൾ വൈക്ക് ബാലൻസ് ഉണ്ടാവില്ല. വൈക്ക് എത്രയാണോ ഉള്ളത് ആ എമൗണ്ട് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സോ വൈക്ക് 1,18,000 ഉണ്ട്. ആ 1,18,000 നിന്ന് റീവാലുവേഷൻ്റെ 2,600 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാകും? 1,15,400 ഉണ്ടാകും. അതിപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫുള്ള് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എത്രയാണ്? 1,15,400 ലോൺ അക്കൗണ്ട്, വൈസ് ലോൺ അക്കൗണ്ട്, വൈൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് 1,15,400 ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? വൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 1,15,400 ടു വൈസ് ലോൺ അക്കൗണ്ട് 1,15,400. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ സിമ്പിളാണ്. ക്യാഷ് 7,000. ക്യാഷിൽ ഒരു മാറ്റമില്ല. കാരണം ഗുഡ്വില്ലോ ക്യാപിറ്റലോ ആരും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. സ്റ്റോക്കിൽ എന്തായി? സ്റ്റോക്ക് കുറഞ്ഞു, 30,000 മാറി. സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നത്? സ്റ്റോക്ക് ശരിക്കും എത്ര ഉണ്ടായിരുന്നത്? സ്റ്റോക്ക് കണ്ടോ? സ്റ്റോക്ക് 40,000 ഉണ്ടായിരുന്നു. ആ സ്റ്റോക്ക് എത്രയായി മാറി? 30,000 ആക്കി മാറ്റി അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് 30,000, പിന്നെ സ്റ്റോക്ക് 30,000, പിന്നെ ഡെപ്റ്റേഴ്സ് 1,500, 18,000 ഉണ്ടായിരുന്നു. അതിൽ 1,500 കുറഞ്ഞാൽ ബാക്കി 16,500 ഉണ്ടാകും. മെഷീനറി 75,000 കുറഞ്ഞു. ബിൽഡിംഗ് 1,10,000 കൂടി 1,50,000. പേറ്റന്റ് 10,000, അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി ക്രെഡിറ്റർ എത്ര? 50,000, അതിൽ മാറ്റമില്ല. വൈയുടെ ലോണ് 1,15,400. എവിടുന്ന് കിട്ടും? വൈയുടെ ലോൺ 1,15,400. ഇനി ബിക്ക് ബാലൻസ് 59,775. സോറി, ബി എന്ന് പറഞ്ഞല്ലേ. എക്സിന് 59,775, സെഡിന് 63,325. സോ എക്സ് 59,775, സെഡിന് 63,325. ടോട്ടൽ 1,23,100. ടോട്ടൽ ചെയ്യുമ്പോൾ 2,88,500, 2,88,800, സോറി 58,500. രണ്ട് സൈഡും ടാലി ആയില്ലേ? സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാറില്ല. ഒന്നുകിൽ എന്ത് ചെയ്യും? ജനറലി ചോദിക്കുക ഇതിൻ്റെ ജേണൽ എൻട്രീസ്, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി വെക്കുക. ജേണൽ എൻട്രീസ് ഈ ഒരു ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെത് ഈ റിട്ടയർമെൻറ്റോ ഡെത്തിൻ്റെ കേസ് സാധാരണ വരാറില്ല. പക്ഷേ എങ്കിലും പഠിച്ചു വെച്ചോളൂ. അഥവാ വന്നാലോ, കുറേ കാലമായില്ലേ നിങ്ങളുടെ എക്സാം പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നാലോ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. പിന്നെ ലോൺ അക്കൗണ്ടാണ് പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ടത്. ലോൺ അക്കൗണ്ടാണ് ഈ ചാപ്റ്റർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലത്തിൽ ചോദിക്കാറുള്ളത്. സെറ്റല്ലേ? ന്യൂ റേഷ്യോ ചെയ്യാൻ പഠിക്കണം. ഗെയിനിങ് റേഷ്യോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. പിന്നെ ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ പഠിക്കണം. പിന്നെ ഈ ഫുൾ ഫ്ലെഡ്ജ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് നിങ്ങൾ പഠിക്കണം. പിന്നെ ഈ ഫുൾ ഫ്ലെഡ്ജ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് പഠിച്ചാൽ മതി. സെറ്റല്ലേ? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ നല്ല സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. സാറേ അടിപൊളി ക്ലാസ് ആയിരുന്നു, മനസ്സിലായി എന്നുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. സെറ്റല്ലേ? മക്കളെ, ഓൾ ദ ബെസ്റ്റ്.